പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹമാണ്. എഴുന്നേൽക്കാം, നമുക്ക് ആരാധനയ്ക്കായി പ്രാർത്ഥിക്കാം. കണ്ണുടയ്ക്കും. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. യേശുവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഒരു സാങ്കല്പികമായ ദൈവത്തെ കാണുവാനോ സാങ്കല്പികമായ ഒരു ആരാധനയ്ക്കോ അല്ല വന്നത്. എന്നെ ജനനം മുതൽ ഇതുവരെയും വ്യക്തമായി എന്നോടൊപ്പമുള്ള ഒരു വ്യക്തി എന്നെ കാണുന്നതിലും വ്യക്തമായി എൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളും ചിന്തകളും ആശയങ്ങളും അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയും കൃത്യതയോടുകൂടെ തിരിച്ചറിയുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കിലേക്കാകുന്നു നാം വന്നിരിക്കുന്നത്. കരുണയുള്ള കർത്താവേ, നമുക്ക് ലോകത്തെ മനുഷ്യരെ പറ്റിക്കുവാൻ കഴിയും, കൂടുതലുള്ളവരെ പറ്റിക്കാൻ കഴിയും. വിശ്വാസി എന്ന് പറയാൻ മക്കളെയും അപ്പനെയും ഭാര്യയും മക്കളെ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ ലോകത്തെ സർവ്വചരാചരങ്ങളെയും സർവ്വജീവജാലങ്ങളെയും നമുക്ക് പറ്റിക്കുവാൻ കഴിയും. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നതും എന്ന് വിശ്വസിച്ച് ആ ദൈവഭയത്തോടും വിറയലോടും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും നാം വിചാരിക്കും ബൈബിൾ എടുക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ ചർച്ചിൽ വരുമ്പോഴോ മാത്രമേ നാം ദൈവസന്നിധിയിലാകുന്നുള്ളൂ, ബാക്കി സമയം ദൈവസന്നിധിയിലല്ല എന്ന് കണ്ടാൽ നമ്മൾ വിശ്വാസിയേ അല്ല. കർത്താവ് ജനനം മുതൽ ഇതുവരെയും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ചലനങ്ങളും ഹൃദയത്തിന്റെ നിരൂപണങ്ങളും കർത്താവെ സകലതും അങ്ങ് അറിയുന്നു. ഇന്ന് ചർച്ചിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരാധന ലക്ഷ്യമാക്കുന്നതെന്ന വചനം നിവർത്തിയാക്കാനാണെങ്കിൽ അത് പിന്നെ സാധാരണ ഒരു ഭക്തിയുടെ മാർഗമായി പോയി. അല്ല, എൻ്റെ ഹൃദയത്തിന്റെ ഭാഗം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഭാഗം ഞാൻ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗം ഞാൻ, ക്രിസ്തു എന്ന ആത്മാവിന്റെ ഭാഗം ഞാൻ. അതുകൊണ്ട് ആ ആത്മാവിനോടുകൂടെ ചേർന്നിരിക്കുവാൻ വേണ്ടി ഞാൻ കർത്താവെ തീഷ്ണതയോടുകൂടെ വന്നിരിക്കുന്നു. എന്നെ നിയമിച്ചത് കർത്താവിനോട് കൂടെ ആയിരിക്കുവാനായി. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കർത്താവിന് 3 ആശയമുണ്ടായിരുന്നു. ദൈവത്തോടു കൂടെ ആയിരിക്കുക, ദൈവത്തെ അറിയുക, ഒന്നാമത് ദൈവത്തെ അറിയുക, രണ്ടാമത് അറിഞ്ഞ വ്യക്തമായി ബോധ്യമായാൽ ദൈവത്തോടു കൂടെ ആയിരിക്കുക, പിന്നെ മൂന്നാമതാണ് ആ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ ദൈവത്തെ സ്തുതിക്കുവാനാണ്, ആരാധിക്കുവാനാണ് എന്നെ നിയമിച്ചത് എന്ന ബോധം വരും. അങ്ങനെയെങ്കിൽ ഓരോ നിമിഷവും സ്തോത്രം എന്ന യാഗം ഇടപെടാതെ അർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ നിരൂപണങ്ങളൊക്കെ കർത്താവ് കാണുന്നു, ചിന്തിക്കുന്നു, അറിയുന്നു സകലതും. അതുകൊണ്ട് ഞാൻ ഓരോ നിമിഷവും ഭയഭക്തിയോടുകൂടെ ദൈവമെന്ന് ലോകം പറയുന്നത് പോലെ ഞാനും മനസ്സിലാക്കി കണ്ടു എങ്കിൽ ഞാൻ വിശ്വാസിയാകുന്നില്ല. വിശ്വാസി എന്ന് പറയുന്നത് ലോകത്തിന് കാണാൻ കഴിയാത്ത കാഴ്ചയെ കാണാൻ കഴിവുള്ള ആത്മക്കണ്ണുള്ള വ്യക്തി, അല്ലെങ്കിൽ ആത്മക്കണ്ണുള്ളതല്ല, കണ്ട വ്യക്തി. അത് അബ്രഹാമിന്റെ വിശ്വാസം ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാം തന്റെ കുഞ്ഞിനെ യാഗമർപ്പിക്കാൻ പോകുമ്പോഴും ഞങ്ങൾ പോയി മടങ്ങി വരട്ടെ, പോയി കുഞ്ഞുമായി തിരിച്ചു വരുമെന്ന് അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല, അബ്രഹാമിന്റെ മകൻ അറിയില്ല. യാഗവസ്തുവാണ് നാം, യാഗവസ്തു എന്ന നാം പോലും അറിയുന്നില്ല. എന്നാൽ അബ്രഹാം പ്രവാചകന് മുൻകുറി, പ്രവാചകൻ ദീർഘദൃഷ്ടിയുള്ള വ്യക്തി, വിശ്വാസിയിൽ നിന്നും വ്യത്യസ്തമാണ് പ്രവാചകൻ. ദൈവം കണ്ടത് എന്താണോ, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇരുന്നത് എന്താണോ അത് വ്യക്തമായി കാണാൻ കഴിഞ്ഞ വ്യക്തിയാണ് പ്രവാചകൻ. അങ്ങനെയെങ്കിൽ പ്രവാചകനിലൂടെ നമുക്ക് അറിയിച്ചിരുന്ന സന്ദേശപ്രകാരം വിശ്വസിച്ച് വന്നിരിക്കുന്ന നാമും ഇപ്പോൾ ആ പ്രവാചകൻ മണവാട്ടിയുടെ ഗണത്തിലാണ്. ആ ശുശ്രൂഷിക്കുന്ന സമയം പ്രവാചകൻ, ആ വ്യക്തി മണവാട്ടിയാണ്. എന്നാൽ നാം പ്രവാചകനിലൂടെ അല്ലെങ്കിൽ ദൈവം വചനം നൽകിയ വ്യക്തി അറിയിച്ച സന്ദേശത്തിലൂടെ, വചനത്തിലൂടെ നാം ക്രിസ്തുവിന്റെ ഭാഗമായെങ്കിൽ ക്രിസ്തുവിൽ നിഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചിരിക്കും, കണ്ടിരിക്കും. അവരാണ് വിശ്വാസി, അവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, അവരാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത്. അവർ മാത്രം. ബാക്കിയുള്ളവർ ആരാധിക്കുന്നത് ഭൂതങ്ങളെയാണെന്ന് ബൈബിൾ പറയുന്നു, വെളിപ്പാടില്ലാത്തവർ. കരുണയുള്ള കർത്താവേ, കർത്താവായ യേശുക്രിസ്തു നാമം നിമിത്തം പഴി ദൂഷി നിന്ന പരിഹാസമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ആലയത്തിൽ വന്നിരിക്കുന്നത് അങ്ങയുടെ ഭാഗമായതുകൊണ്ടാണ്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്നാളിൽ അറിയും. ഇന്നുവരെയും അങ്ങനെ ഒരു അറിവ് നമ്മൾക്ക് വന്നിട്ടില്ല എങ്കിൽ ക്രിസ്തു ഉദ്ദേശിച്ച മണവാട്ടി ആയിട്ടില്ല. ക്രിസ്തു എന്നിൽ വരണം, ഞാൻ ക്രിസ്തുവിലാകണം, നാം ഒന്നാണ് എങ്കിൽ ക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, കാണുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെയും ക്രിസ്തുവും അറിയുന്നു. ക്രിസ്തുവിന്റെ കണ്ണിലൂടെ, ക്രിസ്തുവിന്റെ നാവിലൂടെ, ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ, ക്രിസ്തുവിന്റെ ചിന്തയിലൂടെ എന്ന് കാണാൻ കഴിയാത്ത വ്യക്തിയും മണവാട്ടിയാകില്ല. കരുണയുള്ള കർത്താവേ, നമ്മൾ ആരെയും കാണിക്കുവാനോ ആരെയും കാണുവാനോ അല്ല വന്നത്.
എന്നെ കാണുന്ന കർത്താവ്, ആ കർത്താവിനോട് കൂടെ ചേർന്നിരുന്നു കൊണ്ട് കർത്താവ് ഇതിന് ഉപരിയായിട്ടുള്ള എന്തെങ്കിലും ചിന്തകളോ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ നിരൂപണങ്ങളോ ഉണ്ടെങ്കിൽ കർത്താവെ സകലവരോടും എന്നോടും ഈ സഭയിലുള്ള ഓരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരും കർത്താവ് യേശുവെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരു വ്യക്തി പോലും ഇല്ല എന്ന് കർത്താവിന് അറിയാമെങ്കിൽ നാം സ്വയം നീതീകരിക്കപ്പെടുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ എനിക്കറിയാം, ഞാൻ ഗ്രഹിച്ചു, എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ദൈവം വിളിച്ചു, എന്നെ മാത്രം വിളിച്ചു, എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ മാത്രം വിളിച്ചു എന്നൊക്കെ സ്വയം പുകഴ്ന്നുവെങ്കിൽ വീണു പോകും. വീണുപോയവരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. എളിമ ധരിച്ച് താഴ്മ ധരിച്ച് ക്രിസ്തു സകലതും കാണുന്നു. എന്ത് മറുപടി പറയാനായിരുന്നാലും എന്ത് തരം ജീവിതത്തിനായിരുന്നാലും ക്രിസ്തുവിനെയും കൊണ്ടാണ് നാം പോകുന്നത് എന്ന ചിന്ത വേണം. അതല്ല എങ്കിൽ വിശ്വാസി പോലും ആയിട്ടില്ല. കരുണയുള്ള കർത്താവേ, നമ്മെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഒരു തരത്തിലും കർത്താവെ എന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന കരുണയുള്ള കർത്താവെ, നമ്മോട് ക്ഷമിക്കണമേ. ഓരോ നിമിഷവും ക്രിസ്തുവിനോട് ചേർന്നിരിപ്പാൻ നമ്മെ സഹായിക്കണമേ. ഈ ആരാധനയുടെ ആദ്യം താങ്കളുടെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവ് യേശുവേ, ഈ ആരാധന എന്ന് പറയുന്നത് തന്നെ ആദ്യം വന്ന് കൈയടിച്ച് പാടുന്നതല്ല, അത് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ആരാധന എന്നത് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നതാകുന്നു. എന്നെ യാഗവസ്തുവായി സമർപ്പിച്ചെങ്കിൽ ജാതികൾ പോലും ഒരു നേർച്ചയായി ഒരു ആടോ കോഴിയോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എന്തെങ്കിലും നേർച്ചയായി കൊടുക്കാമെന്ന് പറഞ്ഞാലോ അതിനെക്കുറിച്ച് പിന്നെ മരിച്ചു പോയതായിട്ട് കണക്കാക്കണം. അത് ചത്തുവെങ്കിലേ ഏറെ ഫലം കായ്ക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ ആരാധനയെ സമർപ്പിച്ചെങ്കിൽ ഇനി ഞാൻ എനിക്കുള്ളതല്ല, കർത്താവിനുള്ളത്, എങ്കിലേ അത് ഏറെ ഫലം കായ്ക്കുകയുള്ളൂ. എന്നിൽ ആത്മീക വർധന ഉണ്ടാകണമെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്വയം മരിപ്പിച്ചിരിക്കണം, നമ്മെ തന്നെ വിട്ടുകൊടുത്തിരിക്കണം. എന്റെ നിയന്ത്രണവും കർത്തൃത്വവും ചുമതലയും യേശു സർവശക്തൻ എന്ന് കണ്ട് വിട്ടുകൊടുത്താൽ പിന്നെ എല്ലാം ഞാൻ 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 എന്നാൽ പിന്നെ നിങ്ങൾ ആയിക്കോളൂ എന്ന് പറയും. അത് വ്യക്തമായി സംസാരിക്കുകയൊന്നുമില്ല. കുറെ സമയമൊക്കെ ആത്മാവിലാണെന്ന് തോന്നും. ദർശനവും പ്രവചനവും ദൂതും അന്യഭാഷയൊക്കെയും ഉണ്ടാവും. വീണുപോയതായിരിക്കാം. കർത്താവായ യേശുവേ, ഈ ആരാധന എന്നത് നാം അങ്ങേ കൈയടിച്ച് പാടി സ്തുതിച്ച് ആത്മവേശലായിരിക്കുമ്പോൾ സോങ് ലീഡർ വീണ്ടും കർത്താവെ ആത്മാവിൽ ആരാധനാ സോങ് പാടി പുരോഹിതൻ വചനം എടുത്ത് വായിച്ച് ദൈവത്തെ വചനം വിളമ്പിക്കൊടുക്കുമ്പോൾ വീണ്ടും അവൻ ആത്മവേശലാവുകയും അവന്റെ കുറവുകളെ വിളിച്ചു പറയുമ്പോൾ അത് കഠിനപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവർ ക്രിസ്തുവുമായി വളരെ അകലെയാവുന്നു. അല്ല, കഠിനമായി പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ്? അത് ഞാൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അതേസമയം അവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞവരോ, ഓ കർത്താവേ, ഇതേ വാക്കുകൾ മുൻപ് വചനം കേട്ടപ്പോൾ എനിക്ക് ഒരുങ്ങാൻ കഴിഞ്ഞതിനായി നന്ദി, ഇപ്പോഴും ഞാൻ ആ വചനപ്രകാരം ആയിരിക്കുന്നതിനായി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം പറയുന്ന ഒരു വ്യക്തിയെങ്കിലും കർത്താവ് സഭയിൽ വെച്ചിരിക്കും. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വേദന ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തി നമുക്ക് അടയാളമാക്കി വെച്ചിട്ടുണ്ട്. ആ വചന ധ്യാനമെല്ലാം കഴിഞ്ഞ് അവസാനമായി നാം നമ്മെ കുറവുള്ളവരായി ഈ വചനപ്രകാരം കണ്ടെത്തി അവസാനത്തെ പ്രാർത്ഥനയാകുന്നു യഥാർത്ഥ ആരാധന. നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് കേട്ട തിരുവചന പ്രകാരം ഇത്രയും കാലം എനിക്ക് ഒരുങ്ങുവാൻ കഴിഞ്ഞില്ല, ആത്മീയമായി വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞില്ല. ആ വചനമെന്ന വസ്ത്രത്തെ ഞാൻ മാറ്റിക്കളഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ ജീവിക്കുമ്പോൾ തന്നെ വചനമെന്ന മണവാട്ടിയാവുകയില്ല. അത് എന്ത് നിരൂപണങ്ങൾ കൊണ്ടുവന്നാലും ശരി തന്നെ ദൈവത്തിന്റെ വചനം, ദൈവം ഓരോ കാലങ്ങളിലും ഓരോ മനുഷ്യരെ ഉപയോഗിക്കുന്നു. എല്ലാവരും മനുഷ്യനെ നോക്കുന്നു, പേര് നോക്കുന്നു, കുലം നോക്കുന്നു, മഹിമ നോക്കുന്നു, ഗോത്രം നോക്കുന്നു. അങ്ങനെ നോക്കുന്നവരെല്ലാം ബുദ്ധിയിൽ ആശ്രയിക്കുന്നു. അവർക്ക് 666 മുദ്ര കിട്ടിക്കഴിഞ്ഞു. ആത്മാവിൽ വെളിപ്പെട്ടവന് ഓരോ കാലത്തും നാമം തന്നെയാണ് പ്രശ്നം. ഇന്ന് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവർക്ക് കർത്താവായ യേശുക്രിസ്തു നാമം അവർക്ക് അന്യമായിരിക്കുന്നു, തറങ്കൽപ്പാറയായിരിക്കുന്നു. ഓരോ കാലത്തും ദൈവം ഉപയോഗിച്ച മനുഷ്യരുടെ സഭാകാലങ്ങളിൽ അതുപോലെ വില്യം മാര്യം ബ്രഹാം എന്ന നാമം പോലും ഇന്ന് അനേകം പേർക്ക് തടങ്കൽപ്പാറയാവുന്നു. ആ വ്യക്തിയോട് സംസാരിച്ച വചനം കേൾക്കുന്നില്ല. അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നവർ ഭിന്നത്തിൽ ചെയ്ത വചനവിരുദ്ധമായ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നവർ വചനവിരുദ്ധമായി ചെയ്ത കാര്യങ്ങളുമെല്ലാം അദ്ദേഹത്തിൽ ആരോപിച്ചുകൊണ്ട് അനേകം പേർ പിറുപിറുക്കുന്നവരുടെ കൂടെ പോകുന്നു. അപ്പോഴും വചനത്തിന്റെ വെളിപ്പാടുകൾ പലപ്പോഴും കേട്ട്, ഓ കർത്താവേ സ്തോത്രം, ഇങ്ങനെ ഒരു വെളിപ്പാട് നമുക്ക് ലഭിച്ചിട്ടില്ല ഇന്ന് വരെയും എന്ന് പറഞ്ഞ് സ്തുതിച്ച നിക്കോദോമസ് നോക്കൂ, നീ ദൈവത്തോടൊപ്പം, ദൈവം നിന്നോടൊപ്പം ഉണ്ട്, നീ സ്വർഗത്തിൽ ഇറങ്ങി വന്നവൻ, അല്ലെങ്കിൽ നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു കുറവുണ്ട്, ലോകത്തുള്ള കാര്യം വിട്ടുപേക്ഷിക്കാൻ പറഞ്ഞ അത് പറ്റില്ല, അവൻ പോയി. അങ്ങനെയാണോ നമ്മൾ?
എങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ല. ഈ സന്ദേശം വില്യമാരും ബ്രഹാമൻ ആ വ്യക്തി ദൈവം ഉപയോഗിച്ചു, കാലത്തിന്റെ ദൈവിക വെളിപ്പാടുകൾ സംസാരിക്കാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചത് കേൾക്കുന്നില്ല എങ്കിൽ പത്രോസിനോട് അവിടെ പച്ചകരിച്ചിട്ടുണ്ട്. പത്രോസ് എന്ന് തന്നെ സ്നാനത്തിന്റെ അവർ പത്രോസ് പറഞ്ഞത് വേണ്ട, യേശു ക്രിസ്തു പറഞ്ഞത് മതി. അവരുടെ ഉള്ളിൽ ആത്മാവ് ഒന്നെങ്കിൽ തിരിച്ചറിയും. പത്രോസിനോട് സംസാരിച്ചത് ഇതേ കർത്താവായ യേശു ക്രിസ്തു. അവർ മാത്രമാണ് കാലത്തിന്റെ ദൈവം തിരിച്ചറിയുന്നത്. അതുപോലെ വില്യം മാരിയം ബ്രഹാം എന്ന പേര് നോക്കിക്കൊണ്ട് വേണ്ട എന്ന് പറയുന്നവർ ഈ ഇനിയൊരു സഭായോഗമില്ല. ഈ സഭാകാലത്തിൽ അവർ എവിടെ ഇരുന്നാലും മണവാട്ടിയാവുകയില്ല. മണവാട്ടിയാണ്, രണ്ടാമത്തെ കണക്കിൽ പോകുമല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മണവാട്ടിയാക്കണമെങ്കിൽ കാലത്തിന്റെ ദൈവിക വചനവും കാലത്തിന്റെ ദൈവിക വെളിപ്പാടും ദൈവം ഉപയോഗിച്ച മനുഷ്യനെ ബഹുമാനിക്കുകയെങ്കിലും വേണം. സ്നേഹിക്കുന്നുവെങ്കിൽ വചനം പ്രമാണിക്കും. പൂജിക്കാനൊന്നും പറയുന്നില്ല. കരുണയുള്ള കർത്താവെ, തെറ്റിപ്പോകാതിരിപ്പാൻ നമുക്കും പലപ്പോഴും ബുദ്ധിയിൽ പലതും തോന്നും. അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ കരുണയുള്ള കർത്താവെ അവരോട് ക്ഷമിച്ച് മാനസാന്തരപ്പെട്ടാൽ തിരികെ ചേർത്ത് കൊള്ളാൻ വചനം പറഞ്ഞിരിക്കുമ്പോൾ കർത്താവെ, കരുണയുള്ള കർത്താവെ, അവർ വായി തുറന്ന് പറയണം, എനിക്ക് ശരിയായി മനസ്സിലായി, ഞാനും ഈ സന്ദേശത്തോട് ചേർന്ന് പോകാൻ തീരുമാനിക്കുന്നു, ദൈവകൃപയാൽ എന്ന് പറഞ്ഞാൽ നമുക്കും സഹോദരന്മാരായി ചേർത്ത് കൊള്ളാം. ഇല്ലാത്തിടത്തോളം അവർ വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ തന്നെയാണ്. ഉൽപ്പത്തിയിൽ തന്നെ അവർ ജീവവൃക്ഷ ഫലവും കൂടെ അവർ തെറ്റ് ചെയ്തു, തെറ്റിൽ നിൽക്കുന്നു, ജീവനുമുണ്ട്. അവർ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു, ദൈവത്തിന്റെ സംസാരവും കേൾക്കുന്നുണ്ട്. നീ എവിടെയാകുന്നു ചോദിച്ചു, ദൈവത്തോട് മറുപടി പറഞ്ഞു, ദൈവവും മറുപടി പറഞ്ഞു. എന്നിട്ടും ജീവവൃക്ഷ ഫലവും കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന്, അതായത് ആ പാപത്തിൽ അങ്ങനെ തന്നെ ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് അവൻ പാപസംബന്ധമായി മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജീവന്റെ മഞ്ഞ ഭക്ഷിക്കാൻ പാടുള്ളൂ. ഇല്ല, നമ്മൾ രണ്ടും കൂടെ ഭക്ഷിക്കുന്നുവെങ്കിൽ മരണത്തിലാണ് തുടരുന്നത്. മരണത്തെ പൂർണ്ണമായി വിട്ടുകളഞ്ഞ കർത്താവ് യേശുവിനോട് ചേർന്നിരിക്കാൻ പരിശുദ്ധാത്മാവെ തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ആത്മാവിന്റെ ദാഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കരുണയുള്ള കർത്താവെ ഓരോരുത്തരോടും ചേർത്ത് പരിപാലിക്കുന്ന മഹാകൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഒരു മിനിറ്റ് മൈക്ക് കുറച്ചു. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൽ വിധമാർക്കു ചിന്തിച്ചറിയാമേ. ദൈവമേ നിൻ മഹാസ്നേഹമതിൽ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടലെത്ര ബഹുലമത്. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതു. ആമേൻ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതു. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ബോധമെഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന. അവൻ ബോധമെഴും തിരുമാറിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവെ പാതകത്തായി തന്ന വിഷയമേ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാൻ. ആമേൻ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവാൻ. സ്നേഹഭാവിയായി നിന്നെ
എന്നെ സ്നേഹിച്ചതോർത്തന്നെ ആശ്ചര്യമേറിടുന്നു. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ യേശുവിൻ സ്നേഹം മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ. ആമേൻ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമഹോ. അതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. അതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടഞ്ഞ സിന്ധു സമാനം സന്തതം കാണുന്നു ഞാൻ. അതിശയമേ യേശുവിൻ സ്നേഹം മനോഹരമേ. ദൈവമേ നിൻ മഹാസ്നേഹമതി പിതാമാർക്കു ചിന്തിച്ചറിയാമേ. ദൈവമേ നിൻ മഹാസ്നേഹമതി പിതാമാർക്കു ചിന്തിച്ചറിയാം. എനിക്കവതില്ലേ അതിനാഴമളം നിറബഹുലമത്. എന്നതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരമായിരം നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതു. ആമേൻ. ആയിരമായിരം നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതു. 10,000 തിങ്കളൊരംശം ചൊല്ലിടും ആരില സാധ്യമഹോ. എന്തതിശയമേ യേശുവിൻ സ്നേഹം മനോഹരമേ. ആമേൻ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ബോധമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന. ആമേൻ. ബോധമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവെ പാതകത്തായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവ. ആമേൻ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവ. മേഘപാപിയ നീ എന്നെ സ്നേഹിച്ചതോർത്തന്നെ ഇടുന്നു. എന്നതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. ആമേൻ. എന്നതിശയമേ യേശുവിൻ സ്നേഹം എത്ര മനോഹരമേ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയ എന്നെ കാത്തുകൊണ്ടതാ. നിന്റെ ദയ എന്നെ കാത്തുകൊണ്ടതാ. എന്റെ ആധനം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പൊതുവാനത്താൽ അതുല്യ നാമത്തെ തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പൊതുവാനത്താൽ അതുല്യ നാമത്തെ തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ ജീവിതത്തിൽ. നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം. നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവഉറവ. ജീവവഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവഉറവ. ജീവവഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും ജീവിതത്തിൽ. നിൻ
നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും. ആമേൻ. നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും. എന്റെ കാലുകൾ തെല്ലുമിടറിയാതെ എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാൻ എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. ഞാൻ നടക്കുവാൻ സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ. എല്ലാമായും എൻ ജീവിതത്തിൽ നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ. എന്റെ അധരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പൊതുഗാനത്താൽ നാമത്തെ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പൊതുഗാനത്താൽ നാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ. എല്ലാ നാളും എൻ ജീവിതത്തിൽ നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും. നിന്റെ വലം കൈ എന്നെ താങ്ങി നടത്തും. എന്റെ കാലുകൾ തെല്ലുമിടറിയാതെ എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാൻ സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ. എൻ ജീവിതത്തിൽ പാപിയായിട്ടും എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിട്ടും എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, പതിനായിരത്തിലതിശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, പതിനായിരത്തിലതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദമോ. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. യേശു എന്നെ ശാസിക്കും, യേശു എന്നെ രക്ഷിക്കും. തൻ തോളി കീഴിൽ നിത്യം നടത്തുമവൻ. യേശു എന്നെ ശാസിക്കും, യേശു എന്നെ രക്ഷിക്കും. തൻ തോളി കീഴിൽ എന്നെ നിത്യം നടത്തുമവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. യേശു എന്നെ അണച്ചു, യേശു എന്നെ താങ്ങി. തൻ കൃപബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശു എന്നെ അണച്ചു, യേശു എന്നെ താങ്ങി. തൻ കൃപബലത്താൽ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി. ഹല്ലേലൂയ. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി
യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, ശ്രേഷ്ഠനവനാമേ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, ശ്രേഷ്ഠനവനാമേ. യേശുവിൻ നാമോ, എൻ യേശുവിൻ നാമോ, എൻ ജീവിതത്തിലേക ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം. എനിക്കെത്രയാനന്ദോ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്തുമുള്ളത്. ആമേൻ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്തുമുള്ളത്. പെരുവെള്ളത്തെ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക യേശുവിൻ നാമം. ആമേൻ. പെരുവെള്ളത്തെ നീരച്ചിൽ പോലെ സ്തുതിച്ചിടുക യേശുവിൻ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. ആമേൻ. ജ്ഞാനവും സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. കർത്താവേ, എന്റെ യേശുവേ, നീയൊഴികെ എനിക്കൊരു ഹല്ലേലൂയ. കർത്താവേ, എന്റെ യേശുവേ, നീയൊഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കോ ശ്രേഷ്ഠന്മാർ തന്നെ. ആമേൻ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കോ ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. ജ്ഞാനഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ആമേൻ. ജ്ഞാനഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നെ കയറ്റി. ആമേൻ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നെ കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും സ്തോത്രവും ബഹുമാനം, ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കരുണയുള്ള കർത്താവേ, കൃപയുള്ള കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവായ യേശുവേ. മഹത്വവും ജ്ഞാനവും ബഹുമാനവും സ്തോത്രവും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പഴയ നിയമത്തിലെ യഹോവയല്ല, പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെ ഇമ്മാനുവേലായി നമ്മുടെ ഇടയിലേക്ക് വന്ന കർത്താവിന് വേണ്ടി കാതോർത്തിരുന്നവർക്ക് മാത്രമേ ആ കർത്താവായ യഹോവ തന്നെയാണ് വന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് രണ്ടെന്ന് കാണുന്നവൻ പാപത്തിൽ മരിച്ചിരിക്കുന്നു, ക്രിസ്ത്യാനി അല്ല. കരുണയുള്ള കർത്താവേ, എന്റെ കർത്താവേ, എന്റെ യേശുവേ, നീ ഒഴികെ എനിക്ക് മറ്റൊന്നുമില്ല, അങ്ങയുടെ നാമമല്ലാതെ മറ്റൊരു നാമത്തിൽ രക്ഷയില്ല എന്ന് പറയുന്നുവെങ്കിൽ തന്നെ പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ എന്ന് പറയുന്നവർക്ക് ഇത് പറയുവാൻ യോഗ്യതയില്ല. കാരണം അവർ പിതാവ് വേറെ എന്ന് കാണുന്നു. എന്നാൽ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വെളിപ്പെട്ടവർ മാത്രമാണ് പറയേണ്ടത്. കർത്താവേ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല.
ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ ഇത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചവരോ അവർ ശ്രേഷ്ഠന്മാർ, അവർ വെച്ചേച്ചു പോയ പാത ഞാൻ പിന്തുടരുന്നു. കരുണയുള്ള കർത്താവേ, നാം അറിയാതിരിക്കാൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി നന്ദി. സമാധാനമില്ലാതെ ഞാൻ അറിഞ്ഞ നിമിഷങ്ങളുണ്ട് കർത്താവേ. ഉറക്കെ നിലവിളിക്കണമോ, കരയണമോ, മരിക്കണമോ, ജീവിക്കണമോ, ആരോട് പറയും, എന്തു പറയും? ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇനി മരിച്ചേക്കാം എന്ന് പറഞ്ഞിരുന്നപ്പോഴും ആശ്വാസമായി നമ്മുടെ അടുക്കലേക്ക് വന്നവൻ കർത്താവായ യേശു ക്രിസ്തു. ആ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളുണ്ടെങ്കിൽ കർത്താവിന്റെ ക്ഷമ ചോദിക്കുക, മടങ്ങി വന്നുകൊള്ളുക. ഇനി ഞാൻ അങ്ങനെ കായില്ല കർത്താവേ, അങ്ങനെ ജീവിതത്തിൽ വരണമേ, അങ്ങനെ വഴിതെളിക്കണമേ. അങ്ങാവുന്ന ലോകത്തിന്റെ വെളിച്ചം, ആ പ്രകാശത്തിൽ നടക്കുവാൻ എന്നെ സഹായിക്കണം കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ജീവിതം, പുതിയൊരു പ്രതിഷ്ഠ എടുത്തുകൊണ്ട് കർത്താവിനോടുകൂടെ ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ കർത്താവ് ക്ഷമിച്ചിരിക്കും. ഭൂമിയിൽ ഒരു മനുഷ്യനും ക്ഷമിക്കില്ല. പക്ഷെ കർത്താവ് ഇപ്പോഴും നമ്മെ വിശ്വസിക്കും. അവൻ ഇപ്പോഴും വാസ്തവമായിട്ടാണ് എന്നോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ വലതുഭാഗത്തുണ്ട്. അതായത് അവൻ ഇപ്പോൾ അവന്റെ വലതുഭാഗത്തിരിക്കുന്ന അധികാരം, ആ ദൈവവചനം അത് എന്നിലുണ്ട്. കരുണയുള്ള കർത്താവേ, ലോകം 2, 3 പഠിപ്പിക്കുമ്പോൾ ഇത് തിരിച്ചറിയുന്നവരല്ല ക്രിസ്തുവിനുള്ളവർ. യേശു എനിക്ക് മാതൃകയായി, നല്ലിടയനായി എന്നെ നിരന്തരമായി വഴി നടത്തുവാൻ. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും. എന്നാലോ ഉദ്ദേശമോ എന്നെ രക്ഷിക്കുവാൻ. ആ കർത്താവിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നവർക്ക് പഴി, ദുഷി, നിന്ന, പരിഹാസമുണ്ട്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. അതായത് കർത്താവ് വരുന്നതിന് മുമ്പ് മരിച്ചു പോവുക, അതായത് ലോകത്ത് നിന്ന്, ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ അതുവരെയും, ഇല്ലെങ്കിൽ ജീവപര്യന്തം. അതെന്താണ്? ക്രിസ്തു വരുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടുകൂടെ എഴുന്നേൽപ്പാനായി പുറപ്പെടും. ആ ജീവിച്ചിരുന്ന് രൂപാന്തരപ്പെടുന്നുവെങ്കിൽ അതുവരെയും, അതല്ല അതിനു മുമ്പ് ക്രിസ്തുവിൽ മരിച്ചു പോകുന്നുവെങ്കിൽ അതുവരെയും കർത്താവിനോട് കൂടെ തന്നെ ആയിരിക്കണം. കരുണയുള്ള കർത്താവേ, നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമം മഹത്വനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒരു ഗാനം പാടുന്ന സ്തോത്രം കഴിച്ചെടുക്കാം. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളൊക്കെയും ക്ഷമിച്ചിടുന്നു, രോഗങ്ങളാകവെ നീക്കിടുന്നു. പരമപിതാവിനു അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമം ജീവനും നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേൽ വഹിച്ചു നമ്മെ, നിലംപരിചായി നാം നശിച്ചിടാതെ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇനി എല്ലാത്തിനും വചനം വായിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ പറയാനുണ്ട്. Bluetooth disconnected. നമുക്കിന്ന് നെറ്റ് കണക്ഷൻ ഇല്ല. കഴിഞ്ഞ ആഴ്ച കട്ടായി പോയതാണ്, ഇതുവരെ അവർ തന്നിട്ടില്ല.
കാരണം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്ന് അതിന് മുമ്പ് പ്രാവശ്യം വന്ന് കണക്ട് ചെയ്തിട്ട് പോയി. കഴിഞ്ഞ ആഴ്ചയും പ്രശ്നങ്ങളായി. അപ്പോൾ അവർ ഏകദേശം അരമണിക്കൂറോളം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പോയത്. ഈ സമയത്ത് അത്രയും നമ്മൾ പറഞ്ഞെന്താ, കർത്താവായ യേശു ക്രിസ്തുവിനാണ് പറഞ്ഞത്. മറ്റ് സഭകളെ കുറിച്ച് പറഞ്ഞു. ഞാനത് ശ്രദ്ധിച്ചു. അവരുടെ ഇരിക്കുമ്പോഴേ മനസ്സിലായി, അവരുടെ ഹൃദയത്തിൽ അത് കൊള്ളുന്നു. ആരെങ്കിലും പെന്തക്കോസ്തുള്ളവരായിരിക്കാം, ചിലപ്പോൾ മറ്റു സഭകളുള്ളവരായിരിക്കാം. അന്നു മുതൽ വിളിക്കുന്നു, ഇതുവരെ കണക്ഷൻ വന്നിട്ടില്ല. ഇന്നലെ 2 മണി മുതൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 7 മണിക്കാണ് പോയത്. പലതവണ വിളിച്ച് ഇപ്പൊ വരും. ഞാൻ ഇതിന് ഇവിടുന്ന് ബൈക്കോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ജംഗ്ഷനൊന്നും പോകണ്ട, പകുതിയും പോകണ്ട, അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തുണ്ട്, അവർ വന്നില്ല. ഇവിടെ അടുത്തിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. സന്ധ്യക്ക് ഒരാൾ വന്നിട്ട് കുറേ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പോയി പൈസ അടയ്ക്കണം, ഇവിടെ വാഴ എന്തോ വീഴുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് കേബിളിന്റെ പുതിയ പൈസ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കേബിളിന്റെ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല, കേബിൾ കട്ടായി നോക്കാം എന്ന് പറഞ്ഞാൽ അതിനും വന്നില്ല. ഉള്ളിൽ ഇവിടെ വന്ന് നോക്കിയിട്ട് 200 രൂപ തരണമെന്ന് നമ്മൾ തരാൻ പോയിട്ട് വരാൻ പറഞ്ഞു. പോയിട്ട് വന്നിട്ട് പിന്നെ വീണ്ടും ഒരു 1 മണിക്കൂറോളം വീണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇന്ന് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതിന് മുമ്പായിട്ടാണ് ഇതൊരു സൂചന പോലെ കിട്ടി. ഈ കർത്താവ് യേശു ക്രിസ്തു നാമത്തെ പ്രൊജക്ട് ചെയ്ത് പറഞ്ഞു. ഇതെല്ലാം അവരവിടെ കേട്ടോണ്ടിരുന്നില്ലേ, ഞാൻ അവർ കേൾക്കുന്നു. അതാണ് മെയിൻ കാരണം. തരില്ല, നോക്കണം അവരുടെ ഉള്ളിൽ എന്താണ്. എന്ത് നിമിത്തം? കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം നിമിത്തം. വേണ്ട, ഓൺലൈൻ വഴി പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്, നടക്കട്ടെ. അതിലേക്ക് വേറെ ആരെങ്കിലും എടുക്കാം, നമുക്ക് ആവശ്യമാണെങ്കിൽ. ഓക്കെ. സാത്താൻ 1 വഴി അടച്ചാൽ ദൈവം 7 വഴി തുറക്കും. ദൂരെ ഇരിക്കുന്നവർക്ക് മന്നവല്ലേ കിട്ടണ്ടേ? ഓക്കെ, കർത്താവിരിക്കട്ടെ. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം, നമ്മുടെ കൺവെൻഷൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓരോ കാര്യം പറയുന്നത് പഴയ പറഞ്ഞെന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ എല്ലാവരും നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെയാണ് എല്ലാവരും ഇരുന്നത്. ഈ ഡേറ്റ് തീരുമാനിക്കുന്നത് ഞാനല്ല. അവരോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. കുറേ കാലം അവർ പറഞ്ഞു, ഞങ്ങളടുത്തൊന്നും ആലോചിക്കാതെ എടുത്തതാണ് ഡേറ്റ്. അതുകൊണ്ട് പലരും വന്നില്ല, അവസാനം വരെ വരാത്തവരുണ്ട്. ഡേറ്റ് തീരുമാനിക്കുന്നത് പ്രീച്ചിന്, അതായത് പ്രസംഗിക്കാൻ വരുന്ന പുരോഹിതനാണ്. കാര്യം ഒറീസയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം തന്നെ സഭയില്ല, സഭാ പാസ്റ്റർ അല്ല, അദ്ദേഹം ഒരു പ്രീച്ചറാണ്. ദൈവം അതിന് ഇന്ത്യയിലാകമാനം പോയി എല്ലാ സഭകളിലും പോയി പ്രസംഗിക്കുന്ന ഒരു ജോലിയാണ്. അപ്പം 4-5 മാസങ്ങൾക്ക് മുമ്പേ പലരും ബുക്ക് ചെയ്യുമ്പോൾ ഏത് ഡേറ്റ് ആണോ അവർക്കുള്ളത്, നമ്മൾ തീരുമാനിച്ച ഒരു ഡേറ്റ് അങ്ങോട്ട് അറിയിച്ചാൽ അതിനു മുമ്പേ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പോകാമെന്ന് പറഞ്ഞാൽ പോകണം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ മാലിക് ബ്രദറിനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഡേറ്റ് തീരുമാനിച്ചത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കൺവെൻഷൻ തീർന്ന സമയത്ത് നമ്മൾ സജഷൻ വെച്ചിരുന്നു, അടുത്ത പ്രാവശ്യം ഡിസംബർ 31 മീറ്റിംഗ് അവസാനിക്കുന്ന തരത്തിൽ നമുക്ക് ഡേറ്റ് തരണം, വേറെ ആർക്കും ഡേറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തലേ ദിവസം രാത്രി, അന്ന് തന്നെ രാത്രി മാലിക് ബ്രദറിനെ വിളിച്ചു. ഞാൻ ആദ്യം ഈ കാര്യം തന്നെ പറഞ്ഞു, ബ്രദർ കഴിഞ്ഞ പ്രാവശ്യത്തെ കൺവെൻഷൻ്റെ ഒരു ഡേറ്റ് നമ്മൾ തന്നിരുന്നു, ഡിസംബർ 31 നമ്മൾ എന്തായാലും എല്ലാവരും ഒത്തുകൂടും, അന്ന് മീറ്റിംഗ് തീരുന്ന തരത്തിലുള്ള ഡേറ്റ് നമുക്ക് തരണം, അതിന് 3 ദിവസം മുമ്പുള്ള ഡേറ്റ്. അതേ ബ്രദർ, ഞാൻ അവർക്ക് ഡേറ്റ് കൊടുത്തിട്ടില്ല. നോക്കണേ, സാധാരണ 5-6 മാസങ്ങൾക്ക് മുമ്പേ ഡേറ്റ് എല്ലാം ഫില്ലാവും. ഇനി വരുന്നതല്ല, പ്രത്യേകിച്ച് ക്രിസ്മസ് അവധി വരുന്നുണ്ട്, ഓണം അവധി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാട് പൊങ്കൽ വരുന്നുണ്ട്, അവധി ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മിക്കവാറും വീട്ടിൽ കാണില്ല, മിക്ക ദിവസവും ദൂരെയാണ്. അപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ ബ്രദർ ആ ഡേറ്റ് ഉണ്ട്, എത്ര ദിവസം? ഞാൻ പറഞ്ഞു 3 ദിവസം, രാവിലെയും വേണം വൈകുന്നേരം. നമ്മൾ ചിലരെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു. പിന്നെ മാക്സിമം വേണം, മാക്സിമം 3 ദിവസത്തിനകത്ത് നമുക്ക് കിട്ടാവുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെടണം. അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും വേണമെന്ന് പറഞ്ഞ് ബ്രദറിനോട് അത് കാര്യം പറഞ്ഞു. രാവിലെയും വൈകുന്നേരം തന്നെയാണ്. തീയതി 29 ഡിസംബർ 29 ഞായറാഴ്ചയാണ്. 29 ഞായറാഴ്ച, 29 ഞായറാഴ്ച, 30 തിങ്കളാഴ്ച, 31 ചൊവ്വാഴ്ച. ഈ 3 ദിവസമാണ് കൺവെൻഷൻ. 31-ാം തീയതി ഡിസംബർ 31 നമ്മൾ നേരത്തെ കൺവെൻഷൻ വെച്ചിരുന്നാലും 31 31-ാം തീയതി വരണം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചാക്കി. എന്നിട്ട് രാവിലെ തിരുവത്താഴ് ശുശ്രൂഷ പ്രയറും കഴിഞ്ഞിട്ട് നമുക്ക് സഭാരാധന പിരിയാം. അപ്പം ആ തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സെപ്റ്റംബർ ഏകദേശം 8 അല്ലേ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ലാസ്റ്റ്, അപ്പം 3 ഏകദേശം 4 മാസത്തോളം ഉണ്ട്, 3.5 മാസത്തോളം നമുക്കുണ്ട്. അപ്പോൾ സഭയിൽ മുൻകൂട്ടി പറയുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും സഭാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് സഭ, നമ്മുടെ സഭയ്ക്കൊരു നിയമാവലിയുണ്ട്, അറിയാലോ, സഭാക്രമം എന്നതുണ്ട്. സഭയിൽ പുൽപ്പറ്റ് മുതലുള്ള എല്ലാ കാര്യവും സഭാവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്, പുരോഹിതന് വേണ്ടിയിട്ടല്ല. സഭാവിശ്വാസികൾക്കും അതിലെല്ലാം സഭാവിശ്വാസികൾ ഭാഗവത്താകണം. എന്തിനാണ്? ദൈവം ഒരിടത്തും വാങ്ങിപ്പിൻ എന്ന് പഠിപ്പിച്ചില്ല, കൊടുപ്പാനെ പഠിപ്പിച്ചുള്ളൂ. എന്തുകൊണ്ടാണ്?
ദൈവം സമ്പന്നനാണ്. ബൈബിൾ കൊരിന്ത്യരുണ്ട്, അവൻ സമ്പന്നനായിരുന്നതുകൊണ്ട് ദരിദ്രനായ നമ്മുടെ കൃപ നിമിത്തം സമ്പന്നനായ ദൈവം നമുക്ക് വേണ്ടി ദരിദ്രനായെങ്കിൽ എന്തിനാണ്? നമ്മുടെ ആത്മീയമായി സമ്പന്നനാക്കാൻ. നമുക്ക് സമ്പന്നത ഉണ്ടാകണമെങ്കിൽ ദൈവം ഒരു മാർഗം മാത്രമേ പറഞ്ഞു, കൊടുപ്പീൻ. കൊടുത്താലേ ദൈവത്തിന് തരാൻ പറ്റുള്ളൂ. എന്നെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ള അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ മറ്റുള്ളവരെ അനുഗ്രഹിപ്പിക്കും. നമ്മളെന്ത് എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ വരുമാനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറയും. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ല കാര്യം, എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ്. അപ്പം ഇത് ഒരു റബ്ബർ ബോളാണ്. ഇത് എൻ്റെ കയ്യിൽ തിരിച്ചു പറഞ്ഞാൽ ഞാൻ എറിയുമ്പോൾ വീണ്ടും പൂർവ്വാധ ശക്തിയോടെ എൻ്റെ അടുക്കലേക്ക് വരും. ഇതാണ് ദൈവത്തിൻ്റെ രീതി. അപ്പോൾ പ്രവാചകനോട് പറഞ്ഞത് സഭയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും സഭാ വിശ്വാസികൾ ആ വിഷയം പറഞ്ഞിട്ട്, നമ്മൾ എല്ലാ സഭകളിലും അങ്ങനെ തന്നെയാണ്. ഒരു ബുക്കും പേപ്പറുമായിട്ട് ആരെങ്കിലും ഇരുന്ന് എഴുതി അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ദൈവനാമത്തിൽ വിതയ്ക്കുന്നതാണ്. അതിനെ ഉടനെ ചാകാനും അനുവദിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ എന്ത് കൊടുത്തിരുന്നാലും കർത്താവിനാണ് കൊടുത്തത്. എനിക്ക് തന്നതാര്? കർത്താവിലായിരുന്നത്. നമ്മൾ വചനം പറയുന്നത് ഞാൻ ക്രിസ്തുവിൽ, ക്രിസ്തു എന്നില്ല. അപ്പൊ എനിക്ക് ലഭിക്കുന്ന എല്ലാം ക്രിസ്തു മുഖാന്തരമേ ലഭിക്കുള്ളൂ. പുറത്തുനിന്ന് കിട്ടുന്നെങ്കിൽ വേറെ വഴിയായി വരുന്നു. അപ്പൊ കർത്താവിന്റെ നാമം പ്രതി കിട്ടുന്നത് എന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കർത്താവിന്റെ നാമം പ്രതിയാണ്. ഓക്കെ. അപ്പോൾ എന്നാലും ഞാനിവിടെ എല്ലാവർക്കും പറയാറില്ല. നമ്മളിവിടെ ഇപ്പോൾ ഇത് മുകളിൽ ഇത് വലിച്ചു കെട്ടി എല്ലാം കൂടെ 11,000 രൂപകളായി. അവരുടെ കൂലി, ഈ ടാർപ്പാളിൽ വാങ്ങിച്ചത്, കയർ വാങ്ങിച്ചത്, കെട്ടിയത്, എല്ലാ കാര്യങ്ങളും. ഇത് ആരെയൊന്നും ഞാൻ 1 രൂപയും വാങ്ങിച്ചില്ല, പറഞ്ഞതുമില്ല. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച സണ്ണിച്ചാൻ വന്ന് പറഞ്ഞു, ബ്രദറെ പുല്ല് വെട്ടിയതിനൊക്കെ എത്രയായി, എന്തായിരുന്നു? പറഞ്ഞില്ല, വേണ്ട, അതൊക്കെ തന്നത് നല്ലവണ്ണം നിർബന്ധിച്ചു വിടാം. ഞാൻ പറഞ്ഞു വേണ്ട, പൈസ വേണ്ട നിർബന്ധിച്ചു. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇത് കെട്ടിയതിനൊക്കെ എത്രയായി, പൈസ ആയില്ലേ? നമ്മൾ അതേ ആയെന്ന് പറഞ്ഞു. എന്താ അതിന് എത്ര ചിലവായി? ഞാൻ പറഞ്ഞു അതൊന്നും തരണ്ട, 1 രൂപ തരണ്ട. 11,000 രൂപയായി. അപ്പൊ തന്നെ നമ്മുടെ ഭാസ്കർ ബ്രദർ, അദ്ദേഹമാണല്ലോ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അദ്ദേഹമാണ് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യേണ്ടതല്ല. സഭ ഇതെല്ലാം റെഡിയാക്കി തരുമ്പോഴാണ് നമ്മൾ വാടക കൊടുക്കുന്നത്. അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തു തരേണ്ടത്. എന്നിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇല്ല, ഞാൻ ഒരു 2,500 രൂപ തരാം പാസ്റ്റർ എന്ന് പറഞ്ഞു. 2,500 ഞാൻ തരാം, ബാക്കി പാസ്റ്റർ എങ്ങനെയായിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബ്രദർ കഴിഞ്ഞ പ്രാവശ്യത്തെ വാടകയിൽ നിന്ന് ബ്രദറിൻ്റെ കുറച്ച് പൈസ എടുത്ത്, ഇപ്പോൾ ഈ മാസത്തെ വാടകയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അങ്ങനെ ബ്രദർ പറഞ്ഞതുകൊണ്ട് 2,500 എടുത്തു. ബാക്കി പൈസ മുഴുവൻ ഞാൻ തന്നെ ഇട്ടു, ആരോടും പറഞ്ഞില്ല. നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കണം, പോട്ടെ. ഐസൻ ബ്രദർ ആര് സണ്ണിച്ചാൻ വന്ന് ചോദിച്ചു, പാസ്റ്റർ അതിൻ്റെ ഓഹരി ഞാൻ തരും. അത് അദ്ദേഹം ആ മെസ്സേജ് ആദ്യം വേണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ മെസ്സേജ് കോട്ടിങ്സ് ഇങ്ങോട്ട് പറഞ്ഞു, സഭ വിശ്വാസികൾക്കുള്ളിലെ ഞാൻ എൻ്റെ പങ്ക് തന്നിരിക്കും, ആര് തന്നോ തന്നിരുന്നുള്ള എൻ്റെ പങ്ക് ഞാൻ തരും എന്ന് പറഞ്ഞ ശേഷം തർക്കിച്ചില്ല. പൈസ എടുത്തപ്പോൾ ഞാൻ വേണ്ടതൊക്കെ കൊടുത്ത് മാസങ്ങളായെന്ന് പറഞ്ഞു. ഇല്ല, സഭ വിശ്വാസികൾ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 2,000 രൂപ തന്നു. അപ്പൊ നിങ്ങൾ ധർമ്മം വെച്ച് പറയുന്നില്ല, ഞാൻ പറയുന്നത് സഭ വിശ്വാസികൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് സണ്ണിച്ചാൻ തന്നു, 2,000 രൂപ തന്നു വാങ്ങിച്ചു. നമ്മുടെ ഈ ഭാസ്കർ ബ്രദർ 2,500 തന്നു. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഫാനിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തു. പക്ഷെ ഇപ്പം കൺവെൻഷൻ പറയുമ്പോൾ ഞാൻ ഈ ചോദിക്കാൻ നിൽക്കുന്നത് മറ്റുള്ള എല്ലാറ്റിനും നിങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. നിങ്ങളുടെ ദശാംശം കാണിക്കലുണ്ട്, അതല്ലെങ്കിൽ ഞാനായാലും ചെയ്യും. നമ്മൾ ആരാണ് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇന്നലെ ഒരു കൺവെൻഷൻ പ്രസംഗം കേട്ടു, നമ്മുടെ മെസ്സേജിലുള്ളതല്ല, ഞാനും വീട്ടിലിരുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അതിലൊരുപാട് മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് പറഞ്ഞത്. കൺവെൻഷൻ കോയമ്പത്തൂരുള്ള കൺവെൻഷനാണ്. ജെയിംസ് പാസ്റ്റർ അവിടുത്തെ കൺവെൻഷനായിരുന്നു, ലൈവായിരുന്നു. ലൈവായിട്ടൊന്ന് കണ്ടു, തമിഴാണ്. ഇത് കേട്ടു. ഒരുപാട് മർമ്മപ്രധാനമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഇതിനകത്ത് ദശംസിൻ്റെ കാര്യങ്ങളുണ്ട്, സഭയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കൺവെൻഷൻ്റെ കാര്യം അവർ ഡേറ്റ് തന്നു 29, 30, 31. അപ്പോൾ നമ്മൾ ഫുൾ ഡേ ആണ്. മുമ്പൊക്കെ നമ്മൾ 10,000 രൂപയാണ് കൊടുത്തോണ്ട് നമ്മൾ ചർച്ചയുണ്ട്. അമ്മായി ഇരിക്കുന്നുള്ള വിചാരിക്കേണ്ട, നമ്മുടെ സഭാ വിശ്വാസികൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത്. വേണ്ട, അല്ലേ രസത്തെ സഭയോട് പറയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 10,000 രൂപ കൊടുത്തു. അതിന് മുമ്പേ നമ്മൾ 5,000 മുതൽ തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയിട്ട് 7 വർഷമായില്ലേ, അന്ന് അത് കൊടുത്തു. ഇപ്പം എല്ലാ ചിലവും നമുക്ക് എന്താ പറയുക, എല്ലാത്തിനും ചിലവുകൾ വർദ്ധിച്ചു. അവർ വരുന്നത് ഓഫീസെന്നാണ് വരുന്നത്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ മകന് കൊടുത്താൽ അത് കൊടുക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഈ എളിയ ഒരു വ്യക്തിക്ക് ചെയ്യുന്നതൊക്കെയും എനിക്ക് എന്ന പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസപ്രകാരം ഇപ്പം യൂട്യൂബിൽ കേൾക്കുന്ന 1-2 പേരുണ്ട്. അവർ ഒരാൾ എന്നെ വിളിച്ചു, പാസ്റ്റർ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവരൊന്നും പൈസയൊന്നും വാങ്ങിക്കില്ല. ഒരാൾ വരാമെന്ന് പറഞ്ഞു. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത കുറച്ചുപേരുണ്ട്. അതിൽ ഒന്ന് അനിൽ ബ്രദർ എന്ന് പറഞ്ഞ ഒരാൾ, കട്ടപ്പന ഉള്ള അദ്ദേഹം മീറ്റിംഗിൽ വരും. 3 ദിവസവും വരും, ഇവിടെ തങ്ങി നിൽക്കാൻ തന്നെ ആഗ്രഹം എന്ന് പറഞ്ഞു. അതേ മെസ്സേജ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അദ്ദേഹം വേറെ പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഓൺലൈനിലാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. സ്നാനപ്പെട്ട ആൾ വിജയമാര്യ ബ്രഹ്മാൻ അതിലൂടെ വന്ന സന്ദേശത്തെ നമുക്ക് കർത്താവ് ഉദ്ദേശിതല്ല ഓടുന്നതാണ്. അപ്പോൾ അതെന്തായി? വചനമായി തീർന്നു.
അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി പലരുണ്ട്, അവർ ചിലപ്പോൾ സഹായിക്കുന്നവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെയും വാങ്ങിച്ചില്ല, വാങ്ങിക്കുകയില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ കൺവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം. അത് 15 രൂപ ഇപ്പം പാസ്റ്റർ തന്നെ കൊടുക്കണം. 3 ദിവസം ഓറീസിൽ നിന്ന് വരുന്നതാണ്, വന്നു പോകുന്നതിന് ചിലവും ഇവിടെ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ വെച്ചാൽ നമുക്കും ആരെങ്കിലും എപ്പോഴെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ തലമുറയാണ് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ തലമുറയെങ്കിലും ദൈവം അനുഗ്രഹിച്ചിരിക്കും. കാര്യം കർത്താവിനെ കടക്കാരനാക്കാൻ കഴിയുകയില്ല. ഓക്കെ, അതുകൊണ്ട് 2-3 മാസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ അതൊരു എമൗണ്ട് നമുക്കൊരു ഏകദേശം രൂപം വേണം. അപ്പോൾ 3 ദിവസവും ആഹാരം ചോറ് എന്തെങ്കിലും വേണം എന്നുണ്ടോ, അതോ പയറും കഞ്ഞി 2 ദിവസം പയറും കഞ്ഞി ആക്കിയിട്ട് ഓക്കെ. അതെ, അപ്പോൾ അതിനെല്ലാം നിങ്ങൾ എന്തെങ്കിലും ദൈവനാമത്തിൽ ചെയ്യണം. 3 ദിവസം ചോറാണെങ്കിൽ അത് ചെയ്യാം. ആകെ 3 ദിവസം നമ്മുടെ ഈ ചർച്ചയിലുള്ളവരെ കുറിച്ച് നമുക്ക് തന്നെ അറിയാം അല്ലേ. സാമ്പത്തികമായിട്ട് പലർക്കും വരണമെന്ന് വളരെ ദാഹമുണ്ട്. എങ്ങനെയെങ്കിലും ബസ് കൂലി തികഞ്ഞാൽ പിന്നെ കാണിക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടല്ലേ. അതെല്ലാം അവരുടെ ഹൃദയത്തിൽ വേദന ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. യേശു വന്നപ്പോൾ യേശുവിന് കിട്ടിയത് ആരൊക്കെ? എല്ലാം വഴിവഴി കിടന്നവരാ. ആരോരും ഇല്ലാത്തവരും ഒരു നിവൃത്തിയില്ലാത്തവരാണ് കർത്താവിന് കിട്ടിയത്. യേശുവിന് വേണമെങ്കിൽ 2 കോടീശ്വരന്മാരെ തെരഞ്ഞെടുത്ത് സഭയിലോട്ട് അയച്ചാൽ ഈ സഭയും വൃത്തിയാക്കി വേണമെങ്കിൽ വസ്തുവും വാങ്ങിച്ചത് പള്ളിയും കെട്ടി നമ്മുടെ എല്ലാ കാര്യവും ഞാൻ ചെയ്തോളാം എന്ന് പറയും ഇല്ലേ. അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവിന് വേണമെങ്കിൽ കൊണ്ടുവരാം. സ്തോത്രമെന്ന യാഗം ഇടപെടാതെ അർപ്പിക്കാൻ കർത്താവിന് ഇഷ്ടം നമ്മെ പോലുള്ളവരാ. എല്ലാ ഞെരുക്കം ഇപ്പോൾ ഒരു പ്രശ്നങ്ങളോ പ്രതികൂലം ഞെരുക്കോ വരുമ്പോൾ നമ്മളെല്ലാം പുറകോട്ട് പോകും. അങ്ങനെ പോകരുത്. അങ്ങനെ ആരോരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാതെ കിടന്ന അവസരത്തിൽ നിന്നല്ലേ കർത്താവ് നമ്മളെ വിളിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മുടെ സ്തോത്രവും സ്തുതിയും നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ പൈസകളുമാണ് ദൈവനാമ മഹത്വത്തിന്. ദൈവം അതാണ് അനുഗ്രഹമായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറമേ നിന്ന് മറ്റാരെയൊന്നും പൈസ വാങ്ങിക്കുന്നില്ല. നമ്മുടെ മെസ്സേജിലുള്ളവർ ഇതിനകത്തുള്ളവർ യൂട്യൂബിനകത്ത് ഒരു പ്രത്യേകം വരുന്നുള്ളൂ, വേറെ ആരും ഇല്ല. ഓക്കെ, പിന്നെ സണ്ണിച്ചാനുണ്ട് നമ്മുടെ ചർച്ച് മെമ്പേഴ്സാണ്. അപ്പോൾ എന്തെങ്കിലും ആർക്കും ചെയ്യാൻ പറ്റും. 15 രൂപ അവർക്ക് കൊടുക്കണം. പിന്നെ 3 ദിവസം ആഹാരമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫാൻ, മറ്റേ വലിയ ഫാൻ വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും കൂടി എന്തെങ്കിലും ചിലവ് വരവ് ചിലവ് കണക്കുകളെല്ലാം എഴുതി വെച്ചിട്ട് അറിയിക്കുക. അപ്പോൾ ഓരോരുത്തർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറയുക. എസ്തർ സിസ്റ്റർ 5000 രൂപ തരാമെന്ന് ഡേറ്റ് നിശ്ചയിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇങ്ങനെ ഒരു നേർച്ചയുണ്ട്, പണ്ടേ ഉണ്ടായിരുന്നതാണ്, കൺവെൻഷൻ വൈകിപ്പോയതുകൊണ്ടാണ് ഇതുവരെ തരാം, ഇപ്പം കൺവെൻഷൻ ആണല്ലോ ഞാനത് തരാമെന്ന് പറഞ്ഞു. ആ നേർച്ച 5000 രൂപ എസ്തർ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ വലിയ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഇങ്ങനെ കുറച്ച് അങ്ങനെ വരികണ്ട, നമ്മളത് കഴിയുന്നത്. ആ സിസ്റ്റർ നേർച്ച ഉണ്ടായിരുന്നല്ലേ എമൗണ്ട് കാര്യത്തിൽ എന്തൊക്കെ വീടിൻ്റെ ആയിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ വീട് കിട്ടാതെ ഇടയ്ക്ക് കിട്ടൂല എന്നൊക്കെ പറയും. നമ്മളോട് എല്ലാം കൂടെ വളർന്നിരുന്നൊക്കെ പ്രാർത്ഥിച്ച് കർത്താവ് മോന് ജോലി ഉള്ളതുകൊണ്ട് കിട്ടൂല. ദൈവം അതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ കണ്ണൊക്കെ അടച്ചിട്ട് ദൈവം അത് അനുവദിച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെതായിട്ട് ദശാംശം വേറെ വയ്ക്കുന്നുണ്ട് സിസ്റ്റർ. ഓരോ മാസം അതിൻ്റെ പൈസ കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ പൈസ ദശാംശം കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇത് അവർ നേർച്ചയായിട്ട് നേർന്നത്. എപ്പോഴും ഇവിടെ രാജൻപെട്ട് പാസ്റ്റർ പറയാറുണ്ടായിരുന്നു, നേർച്ച നേരാൻ അവരെ പഠിപ്പിക്കണം. നേർച്ച നേരാൻ കാര്യം കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഏത് വഴിക്കായാലും ദൈവത്തിൻ്റെ നാമത്തിൽ കൊടുത്താലേ നമുക്ക് ബ്ലെസ്സിങ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് തുല്യം എന്ന് പറയാൻ പറ്റില്ല, അതിലും ഉപരിയാണ്. ഈ ലോകത്ത് എവിടെ നിക്ഷേപിച്ചാലും അത് നശിച്ചു പോകും. ഓക്കെ, ഇനി കാര്യം മുൻകൂട്ടി നമുക്കൊരു ഏകദേശം രൂപം വേണം. അതുകൊണ്ടാണ് എന്താ ബ്രദറെ സഭയിൽ ചോദിക്കുന്ന കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഉണ്ടാവും. ആരാണ് കഴിഞ്ഞ ശേഷം അത്യാവശ്യം പോണവരുണ്ടാവില്ലേ? മതിയോ? അങ്ങനെ മതിയോ? സന്ദേശം കേട്ടോണ്ടിരിക്കാനോ? വേറെ ആരും ഇല്ലല്ലോ. നമ്മൾ ചർച്ചയുള്ളവരുണ്ടല്ലോ. എന്തോ മെസ്സേജ് തുടങ്ങിയില്ലല്ലോ. ഓക്കെ, ബ്രദറെ നമ്മൾ ചർച്ചിൻ്റെ എന്താ പറയുന്നു, പുള്ളി സ്നാനപ്പെട്ടതല്ല. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കൺവെൻഷൻ സമയത്ത് നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ? സഭ നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ,
അപ്പോൾ ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പുള്ളി എത്ര പറഞ്ഞേ? ഓക്കെ. ആ ഇനി വേറെ ഇല്ലല്ലോ, ഫാമിലിയായിട്ട് ഇത് പകുതി വർധന ഉണ്ടെങ്കിൽ പിന്നെയാണ് പറയുകയാണെങ്കിൽ പിന്നെയാണ് ഇപ്പോഴും ഓക്കെ. ഓക്കെ, ഇതിൻ്റെ ഇനി തുറന്നുള്ളവർ പറയാനുണ്ട്, അതെല്ലാം കൂടെ കണക്ക് നോക്കിയിട്ട് പിന്നെയാണ് അറിയിക്കാം. ഓക്കെ, ഇനി ഇപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആർക്കെങ്കിലും വിരോധമുണ്ടോ എനിക്ക് അത് മുന്നോട്ട് പറയാം. പുറത്ത് പോയി പറയരുത്. ഇവിടെ ഇരുന്ന് ആരാധനയ്ക്കും കൂടെ സഹകരിച്ച് ദേഷ്യമായാലും വിഷമായാലും ഇവിടെ പറയുക. പുറത്ത് എന്നിട്ട് ഫോൺ ചെയ്യുമ്പോൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് വേറെ സ്വഭാവമാണ്, അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ പറയുക. അതിൻ്റെ കോട്ടിങ്സ് വേണമെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച മുമ്പോട്ട് എടുത്തതാണ്, ഇവിടെ തന്നെ ഉണ്ട്, എടുക്കാം. ഞാനിപ്പം നമ്മുടെ ചർച്ച് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. സഭയിലുള്ള പുരോഹിതനോ അല്ലെങ്കിൽ വിശ്വാസികൾ തമ്മിലുള്ള വേഷവിധാനത്തെക്കുറിച്ചോ സഭാരീതിയോ സഭയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പുറത്ത് ഒരാളോട് ഫോൺ ചെയ്ത് പറയരുത്. ഇവിടെ ഏറിയ ഭാവം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ മെസ്സേജ് പോലും എടുത്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴും അറിയിക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. ഇരിക്കട്ടെ, എല്ലാ കൂട്ടരും സഭയിൽ വേണം. അനുസരിക്കുന്നവൻ നന്മ അനുഭവിക്കും. അതുപോലെ ഇവിടെയുള്ള കുറ്റവും കുറവും പ്രയാസവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരോടാണോ പറയേണ്ടത്? ഇപ്പോൾ ഒരു ഉദാഹരണം, രവി ബ്രദറിൻ്റെ വേഷവിധാനം അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അവർക്ക് സഹോദരങ്ങളല്ല പുരുഷന്മാരെടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ സഹോദരന്മാരുടെ അവരെടുത്ത് പറഞ്ഞിട്ട് ബ്രദറിനോട് നേരിട്ട് പറയണമെന്നാണ്. മറ്റൊരാളോട് വിളിച്ച് പറയാനുള്ളത്. ആ വ്യക്തികൾ നേരിട്ട് പറഞ്ഞു. കേട്ടില്ല എങ്കിൽ നിങ്ങൾ അത് ഡീക്കനോട് പറഞ്ഞ് പറയുക. ഡീക്കനും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ മൂന്നാമതായിട്ട് പുരോഹിതനോട് പറയുക. അപ്പോൾ സഭയുടെ നമ്മുടെ വിശ്വാസ പ്രകാരം വരാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധിക്കും. ഇല്ല എങ്കിലാണ് രണ്ടോ മൂന്നോ വായ്മൊഴി കേട്ടിട്ട് പിന്നീട് എന്തെങ്കിലും തീരുമാനിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള കാര്യം ഇപ്പം ഇവിടെ എടുത്ത് സംസാരിച്ചൊക്കെ പിന്നീട് ഫോൺ ചെയ്തിട്ട് പോയവരടുത്തും വന്നവരടുത്തും വരേണ്ടുന്നവരടുത്തൊന്നും പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. ഇതൊന്നും ക്രിസ്തുവുള്ള ഒരു സ്വഭാവമൊന്നുമല്ല. ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ പറയുക. പിന്നെ കഠിനമായി പറയുന്നതൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഞാനല്ല, കോട്ടീസ് എടുത്ത് കാണിച്ചു തരാം. ഞാനത് നോക്കി പറയുക എന്ന ദൗത്യം എനിക്കുള്ളൂ. ഓക്കെ. എഴുന്നേൽക്കാം. നമുക്ക് ഇന്നത്തെ മെസ്സേജിനായി എടുക്കാം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശതനായി കാഹളത്തിന് ഒത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. കർത്തൃദിവസത്തിൽ ആത്മവിവശനായപ്പോൾ ഒരു കാഹളമാണ് യോഹന്നാൻ കേട്ടത്. നമ്മൾ അറിയേണ്ടതാണ്. കരുണയുള്ള കർത്താവേ, ഈ ദൈവിക മർമ്മം രഹസ്യം നമുക്ക് പഠിപ്പിച്ചു തന്നത് വില്യം മൈര്യം ബ്രൻഹാമിലൂടെ തന്നെയാണ്. ആ നാമം പറയുന്നതിന് നമുക്കൊരു ലജ്ജയുമില്ല. ബൈബിളിൽ ഇതുപോലെ നാമം പറഞ്ഞു പത്രോസ് യേശുക്രിസ്തു നാമം സ്നാനം പറഞ്ഞപ്പോൾ എല്ലാവരും തള്ളിക്കളയുന്നവർ വെളിപ്പാട് ലഭിക്കാത്തവരും അത് സ്വീകരിക്കുന്നവർ വെളിപ്പാട് ലഭിച്ചവരും. അതുപോലെ വില്യം മൈര്യം ബ്രൻഹാമിലൂടെയാണ് കർത്താവ് പറഞ്ഞത്, യോഹന്നാൻ ഒരു കാഹളം കേട്ടു. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കിയത് കാഹളം കേട്ടത് കൊണ്ടല്ല, കാഹളത്തിന് ഒത്ത ഒരു മഹാനാദം. നാദം എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിച്ച കാര്യത്തിന്റെ ഉള്ളിലുള്ള മർമ്മം യോഹന്നാന് ഗ്രഹിച്ചു. ആ മർമ്മം ഗ്രഹിച്ചപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ വചനം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. അത് തന്നെ അങ്ങനെ പറഞ്ഞു കേൾക്കാനല്ല ഇവിടെ വന്നത്. പ്രവാചകനിലൂടെ വെളിപ്പാട് പുസ്തകം 10:6-7 പറയുന്നു, 7-ാം ദൂതൻ കാഹളം എന്നൊരു വാക്ക്, പ്രാർത്ഥനയാണ്, കണ്ണടച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാഹളം നാദം, അവിടെയും കാഹളം എന്നും പറയുന്നു. കാഹളം ഒരു ഒച്ചപ്പാടാണ്. ആ ഒച്ചപ്പാടാണ് നമ്മുടെ മെസ്സേജ്. കാഹളം ഊതി, അതാകുന്നു കർത്താവിന്റെ ഗംഭീരനാദം. 1 Thessalonians 4:16 കർത്താവ് താൻ ഗംഭീരനാദം എന്നതാകുന്നു നമ്മുടെ മെസ്സേജ്.
വെളിപ്പാടിൽ യോഹന്നാൻ കേട്ട ഒരു ശബ്ദം, കാഹളം, അതാകുന്നു മെസ്സേജ്. എന്നാൽ ഈ മെസ്സേജിനകത്താണ് മർമ്മം. ആ മർമ്മമാണ് മണവാട്ടിക്ക് വെച്ചിരിക്കുന്നത്. അതാണ് നാദം. നാദം ആര് തിരിച്ചറിയും? കാഹളത്തിന് ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന സമയത്തല്ല മർമ്മം വെളിപ്പെടുന്നത്, നാദത്തിന്റെ കാലത്ത്. ഈ പുസ്തകങ്ങളിലൂടെയും സീഡിയിലൂടെയും വന്നിരിക്കുന്നത് വെറുതെ കേട്ടതുകൊണ്ട് കാര്യമില്ല, അതിനകത്ത് നിന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. CD ആയും അല്ലെങ്കിൽ പുസ്തകമായി ഞാൻ വീട്ടിൽ ഇരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അന്ത്യനാളിൽ ഒരു സന്ദേശം ഉണ്ടാകും. എനിക്ക് മെസ്സേജ് കിട്ടി, എനിക്ക് പുസ്തകം കിട്ടി, ഇനി ഞാൻ വീട്ടിലായിരിക്കാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വ്യാഖ്യാതാവായി ഉണ്ട്, ഞാൻ വീട്ടിലിരിക്കാം എന്ന് പറഞ്ഞാൽ അവർ വീണുപോയി എന്ന് പറയുന്നു. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തില് 52-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്നവർ വീണുപോയി. എങ്കിൽ പിന്നെ ആ പരിശുദ്ധാത്മാവ് വീട്ടിലിരിക്കുമ്പോഴാണ് ഉപദേശിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് സഭയിൽ പുരോഹിതൻ നിയമിച്ചിരിക്കുന്നത്? എന്തിനാ പുരോഹിതൻ എന്തിനാണ് സഭയിൽ ഇരുന്നുകൊണ്ട് പഠിപ്പിക്കേണ്ട ആവശ്യം? അപ്പൊ പരിശുദ്ധാത്മാവ് രണ്ട് രീതിയിൽ സംസാരിക്കില്ല എന്ന് പ്രവാചകനോട് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതേ മെസ്സേജ് നിൽക്കുന്നവരെല്ലാം എന്താണ് ഇതിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു എന്താണ്? അവർ നാദം തിരിച്ചറിഞ്ഞിട്ടില്ല. നാദം എന്നതും മർമ്മം, രഹസ്യം, അത് തിരിച്ചറിയുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കണം. അതിനാണ് നാം എഴുന്നേറ്റ് നിൽക്കുന്നത്. കർത്താവേ, ഈ സന്ദേശത്തിനകത്തുള്ള നാദം, കാഹളം എഴുതപ്പെട്ട് തന്നിരിക്കുന്നു. പ്രവാചകൻ സംസാരിച്ചു. ഈ സംസാരിച്ചതിന്റെ ഉള്ളിൽ ഒരു നാദമുണ്ട്. അത് ഹൃദയത്തിലേ ലഭിക്കുകയുള്ളൂ. ഒരുപക്ഷെ എഴുതിലൂടെ പറഞ്ഞാലും നിങ്ങൾക്ക് ഗ്രഹിക്കണമെന്നില്ല. നിങ്ങൾ ആത്മവ്യവസ്ഥയിൽ നല്ല നിലത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇത് വീഴുമ്പോൾ അത് അവിടെ മുളയ്ക്കും, ഏറെ ഫലം കായ്ക്കും. ഫലം ശേഖരിക്കപ്പെടാൻ വരുമ്പോൾ എടുക്കപ്പെടുകയും ചെയ്യും. ഇല്ല എങ്കിൽ പറവകൾ കൊത്തിക്കൊണ്ടുപോകും, മുള്ളിനടയിലും പാറപ്പുറത്തും വഴിയരികിലും വീണതുപോലെ അല്പം കഴിഞ്ഞ് ചോദിച്ചാലും ഒന്നും ഓർമ്മ വരികയില്ല. അതുകൊണ്ട് ഹൃദയശുദ്ധിയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നമുക്ക് കർത്താവ് സംസാരിച്ച നാദം തിരിച്ചറിയണം. കർത്താവെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇരിക്കാം. സ്തോത്രം. നമ്മൾ ഈ സഭാകാലങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് 2 തവണ എടുത്തതാണ്. ഞാൻ വീട്ടിൽ നിന്ന് വായിക്കുമ്പോഴും ശ്രദ്ധിക്കും, ഈ 2 തവണയും വെളിപ്പെടുത്തി കിട്ടാത്ത പല മർമ്മങ്ങളും ദൈവം നമുക്കിപ്പം വെളിപ്പെടുത്തി തരികയാണ്. ഓക്കെ, അപ്പോൾ യോഹന്നാൻ ഒരു കാഹളത്തിന് ഒത്ത നാദം, നമ്മളൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ വെറുതെ വായിച്ചോണ്ടൊക്കെ പോകും. പരിശുദ്ധാത്മാവിൽ വായിക്കുമ്പോഴാണ് മർമ്മം ഗ്രഹിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ കാഹളത്തിന് ഒത്ത നാദം. ഇതിന്റെ വിശദീകരണം പ്രവാചകൻ പറഞ്ഞു, അവൻ കാഹളം കേട്ടിട്ടല്ല തിരിഞ്ഞു നോക്കിയത്. ഇപ്പൊ ഇവിടെ നമ്മൾ എല്ലാവരും ഇരിക്കണം, ഹലോ ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചു നിർത്തി ഒരാൾ അവിടെ നിന്ന് വിളിച്ചാൽ നമ്മൾ തിരിഞ്ഞു നോക്കണമെന്നില്ല. പക്ഷെ എന്റെ പേര് വിളിക്കുകയാണ്, എന്നെ ഒരു അടയാളത്തോടു കൂടി വിളിക്കുകയാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കും. അതുപോലെ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയത് നാദം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് യോഹന്നാൻ തിരിഞ്ഞു നോക്കിയത്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രവും സ്തുതി അർപ്പിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പ്രസംഗിക്കുന്നത് നമ്മളെല്ലാം കേൾക്കുന്നു. ഇതിനകത്തുള്ള ആത്മീയ അർത്ഥം, നാദം എന്റെ ഹൃദയത്തിൽ കിട്ടിയാൽ ഞാൻ മനുഷ്യനെ നോക്കില്ല. ഹല്ലേലൂയ, ആമേൻ. അത് എത്ര ഉറക്കമാണെങ്കിലും അത് പറയും. ഓക്കെ, കർത്തൃ ദിവസത്തിലാണ്. എപ്പോഴാണ് കർത്തൃ ദിവസം? ഇപ്പോ വേണമെങ്കിൽ കർത്തൃ ദിവസം നമുക്ക് വിവരിക്കാം. എങ്ങനെ? 8-ാം ദിവസമാണ്, പക്ഷെ ഇന്ന് കർത്തൃ ദിവസമാണ്. ഞായറാഴ്ച കർത്താവിനുള്ള ദിവസമാണ്. ഇന്ന് ഈ കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവ്യവസ്ഥ ആയതുപോലെ നമ്മുടെ ആത്മാവിനെ കർത്താവ് കർത്തൃ ദിവസത്തിൽ എന്ന പോലെ ഉയർത്തിക്കൊണ്ടു പോയാൽ ഈ സംസാരിക്കുന്നത് ഓരോന്നും എന്റെ ഹൃദയത്തിൽ വീഴും. നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ എന്ന് ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ തരത്തിൽ നമ്മൾ ഉണർന്നിരിക്കുക. ഓക്കെ, യോഹന്നാൻ ആത്മാവിൽ എടുക്കപ്പെട്ടു, കർത്തൃ ദിവസത്തിലേക്ക് കൊണ്ടുവരപ്പെട്ടു. അതാണ് അതിന്റെ സത്യം. നമ്മളിവിടെ ഉണ്ട്, ശരീരമുണ്ട്, ആത്മാവുണ്ട്. ഈ ലെവലിൽ ഇരിക്കാനല്ല, കർത്തൃ ദിവസത്തിൽ കർത്താവ് എന്തോ എന്നോട് സംസാരിക്കാൻ പോകുന്നു, അതെനിക്ക് കേൾക്കണമെന്ന രീതിയിൽ ഞാൻ ഇരുന്നാൽ ദൈവം സംസാരിക്കും, നമ്മുടെ ഹൃദയത്തിലായിരിക്കും. അവരാണ് എന്റെ ആളുകൾ. എന്തുകൊണ്ടാ ആ വെളിപ്പെടുത്തുന്നത്? എന്റെ ആളുകൾ കേട്ടു. ഓക്കെ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ താനും, പ്രവേശിച്ചവൻ താനും. ഓരോന്നും പള്ളി പുള്ളി എന്ന് ബൈബിൾ പറയുന്നല്ലോ, നമ്മൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിച്ചവൻ താനും. പ്രവേശിപ്പിച്ചവൻ കർത്താവ്, പ്രവേശിച്ച ആ വ്യക്തി താനും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു.
പ്രവേശിച്ചവൻ എന്നത് വെറുതെ പ്രവേശിക്കുക മാത്രമല്ല, ആ സ്വസ്ഥതയിൽ അവൻ തുടരുകയും ചെയ്യും. അപ്പോൾ എന്തായി സ്വസ്ഥത? പരിശുദ്ധാത്മാവ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഞാൻ പരിശുദ്ധാത്മാവിലായാൽ തൽക്കാലം കുറച്ച് ദിവസത്തേക്കോ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കാനോ സ്വർഗത്ത് പോകാനോ മാത്രമല്ല, സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ ആ നിമിഷം മുതൽ സ്വസ്ഥതയിൽ തന്നെ തുടരും. എങ്കിലേ ഞാൻ ഉദാഹരണം മുമ്പ് മുദ്ര തന്ന സമയത്ത് ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ബൈക്കിൽ ഒരാൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോവുകയാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കണമെങ്കിൽ ഞാൻ ഒരിടത്ത് തന്നെ നിന്നാൽ കേൾക്കാൻ പറ്റുമോ? അദ്ദേഹത്തോടൊപ്പം ഞാൻ യാത്ര ചെയ്യണം, എങ്കിലേ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോകുന്നത് കേൾക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രവേശിച്ചിട്ട് ഇതിനകത്തുള്ള കാര്യമാണ്, ഓരോ സഭാകാലത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ആ വെളിപ്പാടുമായി ഓരോ ജനം അവിടെ തുടരുകയാണ്. കത്തോലിക്ക സഭയുടെ കാലത്ത് വെളിപ്പെട്ടത് കത്തോലിക്ക ഉപദേശത്തിൽ പോകുന്നു. സിസ്റ്റർ അല്പം അങ്ങോട്ട് നീങ്ങി ബാക്കിലിരിക്കുന്നു. സോണി സിസ്റ്റർ കഴുത്ത് ചരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് കുറച്ച് കഴുത്ത് കഴിക്കാം. ഓക്കെ, ഓരോരുത്തർക്കും ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ ആ വെളിപ്പെട്ട വചനത്തിൽ തന്നെ തുടരുകയല്ല വേണ്ടത്. മർത്തോമ, CSI, ലൂതർ മിഷൻ, സഹോദര യഹോസാക്ഷികൾ അല്ലെങ്കിൽ പെന്തക്കോസ് കാലം ആയപ്പോഴും നമ്മൾ പെന്തക്കോസിന്റെ വചനത്തിലായിരുന്നു അല്ലേ? നമ്മൾ അവിടെ തന്നെ തുറന്നു പോകാത്തതിന് കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ ഇത് ശരി ഏതോ വാസ്തവമായത് വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തരത്തിലുള്ള ഒരു വചനമെന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. നമ്മളല്ല, ആ വിത്തിനറിയാൻ പൂർണ്ണത വന്നിട്ടില്ല. അംശമായതാണ് വന്നത്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. അപൂർണമായത് ഏതാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പൂർണ്ണമായത് ഇതിന്റെ ആത്മീകം കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ വന്നപ്പോൾ പൂർണ്ണമായി വന്നപ്പോൾ അംശമായത് നീങ്ങിപ്പോയി. അപ്പോൾ ഓരോ കാലത്തും ദൈവം നമുക്ക് ദൈവിക വെളിപ്പാടുകൾ നൽകുമ്പോൾ ആ വെളിപ്പാടിനൊപ്പം സഞ്ചരിക്കണം. അപ്പോഴാണ് അവൻ ക്രിസ്തുവിന്റെ മണവാട്ടി. അവിടെ സ്ഥിരമായി നിൽക്കുന്നതല്ല, സഭാകാലങ്ങളുണ്ട്. ഓക്കെ, അപ്പോ അവൻ ആ സ്വസ്ഥതയിൽ അവൻ തുടരുകയും ചെയ്തു. അതെങ്ങനെയാണ്? നിത്യമായ ഒരു സ്വസ്ഥതയാണ്. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്, എനിക്കെല്ലാം മനസ്സിലാകുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ കാലം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി പോകില്ല. പരിശുദ്ധാത്മാവ് സ്ഥിരമായിട്ടുള്ള ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. അത് നിത്യമായ ഒരു സ്വസ്ഥതയാണ്. 7ാമത്തെ ദിവസം എന്നത് അതിനൊരു മുൻകുറിയാണ്. ആമേൻ. 7ാമത്തേതെന്ന് പറയുന്നത് എന്തിനു മുൻകുറി? 8ാമത്തേതിന് മുൻകുറി. ഇന്നിപ്പോ പിന്മഴയെ വീണ്ടും അയക്കണമേ എന്നൊരു പാട്ടുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെയല്ല പാടാറുള്ളത്. മുൻമഴയെ വീണ്ടും അയക്കണമേ. ഈ പാട്ട് എഴുതിയത് എപ്പോഴാണ്? ഇവിടെ സഭയിൽ പഠിപ്പിച്ചതാണ്. ഇത് ഒരു വെളിപ്പാടാണ്. ആ വെളിപ്പാട് കിട്ടിയപ്പോൾ നമ്മൾ അതിനെ വിട്ടു. അവരെ പെന്തക്കോസ്തുകാരും കത്തോലിക്ക യേശുനാമ സഭകളും അത് പിടിച്ചോണ്ടിരിക്കുകയാണ്. പിന്മഴയെ വീണ്ടും അയക്കണമേ. അതായത് മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് വന്ന് ആ ആത്മാവ്, ആ അഭിഷേകത്തെ ഇനിയും ഒന്നുകൂടെ അയക്കണമേ. കത്തോലിക്ക, മർത്തോമ, CSI, ലൂതർ മിഷൻ, ഇങ്ങനെ അടുത്തത് ലൂതർ മിഷൻ കഴിഞ്ഞ് പെന്തക്കോസ്ത്. ഈ കാലം വരെ അഭിഷേകമേ കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ശക്തി എന്റെ ഹൃദയത്തിലേക്ക് വരുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിച്ച് പാടിയിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പാടാത്തത്? നമുക്കത് ലഭിച്ചു. നമ്മൾ 6ാമത്തെ സഭകാലത്തിലല്ല ഇരിക്കുന്നത്, പെന്തക്കോസ്ത് കാലത്തിലല്ല. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇനി പിന്മഴ അയക്കേണ്ട. ആ പിന്മഴയെ നമ്മളും പാടിയിരുന്ന ആ പിന്മഴ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വന്നു എങ്കിൽ നിങ്ങൾക്ക് തോന്നേണ്ടതാണ്, എങ്കിൽ നമ്മൾ പാടുമ്പോൾ എന്തിനു മുൻമഴയെ അയക്കണമെന്ന് പാടുന്നു? തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇതിന്റെ വെളിപ്പാട് മനസ്സിലായാലേ ചിന്തിക്കുള്ളൂ. പിന്മഴയെ വീണ്ടും അയക്കണമെന്ന് അവർ പാടുന്നു. ഞാൻ ഒറ്റ വാക്കിലാണ് ഇതെല്ലാം പോകുന്നത്. ആ സ്വസ്ഥതയിൽ അവൻ തുടരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുന്നത്. പിന്മഴയെ വീണ്ടും അയക്കണമെന്ന് നമ്മൾ പാടിക്കൊണ്ടിരുന്നു. ഈ ചർച്ചിൽ ഇവിടെ വന്നതിന് ശേഷവും പാടി. ഒരിക്കൽ മെസ്സേജിൽ വില്യം മാരിയം ബ്രങ്ഹാം, പേര് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, വില്യം മാരിയം ബ്രങ്ഹാം, ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇപ്പൊ സ്നാനപ്പെട്ട് വന്നില്ലേ? അവരെല്ലാം പോയി കേട്ടോ, എല്ലാവരും പോയി, ഒരു വ്യക്തിയില്ല. ആദ്യം സ്നാനപ്പെട്ട് വന്ന ഒരൊറ്റ വ്യക്തിയായിരുന്നു, പേര് അലക്സാണ്ടർ. പ്രധാനത്തിന്റെ പേര് ജോയൽ എന്നായിരുന്നു. ഒറ്റയ്ക്ക് വന്ന പൊക്കം പറഞ്ഞ ബ്രദർ.
അദ്ദേഹം ഇപ്പോൾ കേൾക്കുന്നത് മുഴുവൻ ഈ മെസ്സേജിൽ നിന്നിട്ട് പുറത്തു പോയ വർഷങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോയ വ്യക്തികളെ മുഴുവൻ തിരഞ്ഞു പിടിച്ച് നമ്പർ എടുത്ത് വിളിക്കുന്നു. എല്ലാവരെയും വിളിക്കുന്നു. ഹരിപ്പാട് ബ്രദറിനെ വിളിച്ച്, ജോൺ ബ്രദർ നമ്പർ കൊടുത്തു, എല്ലാവരും നമ്പറുകൾ കൊടുത്തു. എന്നിട്ട് സുബിനൊക്കെ എവിടെയെന്ന് കേട്ടു. ഇതെല്ലാം എവരെങ്ങനെയൊക്കെ അറിഞ്ഞത് നമ്മൾ സുബിനോട് തൊട്ടടുത്ത് പൊയ്ക്കോളൂ, ഇവിടെ തൊട്ടപ്പുറത്ത് 1 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ആരാധന പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഇനി എറണാകുളത്തുണ്ട്, ആലപ്പുഴയുണ്ട്, ജോൺ ബ്രദർ എവിടെ വേണോ നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഇവിടെ പിടിച്ചിട്ട് ഇരിക്കുന്നവരല്ല, അവരിവിടെ ഇരുന്നുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ചോദ്യങ്ങളൊന്നും അങ്ങനെയൊന്നും അല്ല. അങ്ങനെ അദ്ദേഹം 7 മുദ്ര പുസ്തകമൊക്കെ വാങ്ങിച്ചോണ്ട് പോയി. അവസാനം തള്ളിക്കളഞ്ഞു, പ്രവാചനം തള്ളിക്കളഞ്ഞു. ഇങ്ങനെ ഒരു പ്രവാചകൻ വരേണ്ടതില്ല, യഹൂദനെ അല്ലാതെ ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, അതാ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, യേശുക്രിസ്തു എന്ന നാമം ഇന്നത്തെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള എല്ലാവർക്കും ഒരു ഇടർച്ചക്കല്ലാണ്. ആ നാമത്തിലെ സ്ഥാനം എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർക്ക് തടക്കൽ പാറയും ഇടർച്ചക്കല്ലുമാണ്. അത് ആ ഉൽപ്പത്തി മുതലേ, ഞാൻ അതൊക്കെ ഇവിടെ പഠിപ്പിക്കാതിരുന്നതെല്ലാം വരുന്നുണ്ടായിരുന്നു. ഉൽപ്പത്തി മുതലേ ഒരു തടക്കൽ പാറയും ഇടർച്ചക്കല്ലും ദൈവം വയ്ക്കും. അത് തട്ടി വീണു പോകും. എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. യേശു ക്രിസ്തു പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ അന്വേഷിക്കുന്ന ഇതേ ദൈവം തന്നെ നിങ്ങളെ കൊല്ലും. അവർ നിലവിളിച്ച യഹോവയായ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു താൻ പലവട്ടം പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു എങ്കിൽ എന്നുവെച്ചാൽ ഞാൻ വേറെ ഒരുവൻ എന്ന് പറയുന്നു, ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അതുപോലെ ഇന്ന് ലാസ്റ്റിൽ വില്യം മരിയം ബ്രൻഹാം എന്ന പേര് കേൾക്കുമ്പോൾ ഇടറാത്തവൻ ഭാഗ്യവാൻ. അദ്ദേഹത്തിലൂടെ സംസാരിച്ചത് ദൈവമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്കത് എന്തായി തീർന്നു? ദൈവവചനമായി തീർന്നു. ബൈബിളിലെ ഓരോ കാര്യം വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവനെ ഇവിടെ നിൽക്കാൻ പറ്റൂ. നമ്മൾ വില്യം ബ്രൻഹാമിനെ ഉയർത്തുന്നില്ല. പത്രോസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു, അതുകൊണ്ടല്ലേ എല്ലാവരും പോയത്. പൗലോസ്, സ്തേഫാനോസ്, യാക്കോബ് എല്ലാവരും പേരെഴുതി വെച്ചിരിക്കല്ലേ. അവരിലൂടെ പറഞ്ഞു വന്നത് ഇത് കണ്ടിട്ട് നമ്മൾ യേശുക്രിസ്തു തള്ളിക്കളയുന്നു, അവരെ ഉയർത്തുന്നു. ഇല്ല, അതൊരു റെവലേഷനാണ്, വെളിപ്പാട്. ഈ അന്ത്യകാലത്തും വില്യം മരിയം ബ്രൻഹാം എന്ന നാമം നമുക്കൊരു ഇടർച്ചക്കല്ലാകാത്തവൻ ഭാഗ്യവാൻ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഭാര്യയും ഭർത്താവിട്ട് വന്ന ബ്രദർ എന്നെ വിളിച്ച്, അതിനു മുമ്പ് പറഞ്ഞു മറ്റാൾ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇനി വരെയില്ല, ഞാൻ ശരിയല്ല നിങ്ങളെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഈ ബ്രദർ പറഞ്ഞു, ബ്രദറെ ആരൊക്കെ പോയാലും ഞാൻ വരും, ഞാൻ ഈ സഭ വിട്ട് പോകില്ല, എനിക്കത് ഉറപ്പായി. അവസാനം നമ്മുടെ മെസ്സേജ് തന്നെ ഉണ്ടായിരുന്ന 18 വർഷം വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പുറത്തു പോയി. അദ്ദേഹം ഇപ്പം TA ബാലൻ എന്ന് പറഞ്ഞ ഒരാൾ അതിനു മുമ്പ് പോയി. ഈ നമ്മുടെ മെസ്സേജ് ബുക്കിനേക്കാൾ കൂടുതൽ പുസ്തകം അങ്ങനെ ഇറക്കിയിട്ടുണ്ട് പ്രവാചകന് എതിരായിട്ടും. ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് ഇതിൽ നമ്മളിപ്പോൾ വായിച്ച് നമ്മൾ പ്രസംഗിക്കുന്നില്ലേ, ഇതുപോലെ ദുർവ്യാഖ്യാനത്തോടു കൂടി അനേകം പുസ്തകങ്ങൾ എഴുതി കൊടുക്കും. അങ്ങനെയുള്ളവരേക്ക് ഇപ്പൊ അവർ സമീപിച്ചിരിക്കുകയാണ്. അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് ഈ ഭാര്യയും ഭർത്താവും വന്ന് എന്നോട് പറഞ്ഞു, ബ്രദർ ഈ വില്യം മരിയം ബ്രൻഹാമിനെ ദൈവം തെരഞ്ഞെടുക്കില്ല, ജാതിയിൽപ്പെട്ട ഒരാളാണ്, യഹൂദനെ അല്ലാതെ ദൈവം ഉപയോഗിക്കില്ല. കേട്ടെല്ലാം ശരിയാണ്, ബൈബിൾ വാക്യമുണ്ട്. അദ്ദേഹം ഞാൻ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഇല്ല ബ്രദർ, ഞാൻ ഇനി വരുന്നില്ല. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കട്ടോ. കാര്യം ജീവവൃക്ഷ ഫലവും കൂടെ പറിച്ചു നിന്നേക്കും അങ്ങനെ തന്നെ പാപത്തിൽ ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഒരു മാതൃക എന്ന് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ഈ കേറാതിരിക്കാൻ കെരൂബുകളെ കാവൽ ഏർപ്പെടുത്തി. അതുപോലെ ഞാൻ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. രവി ബ്രദർ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ട്, പത്രോസ് ഒരാളിവിടെ വന്നില്ലേ, മുഴുകുടിയനും മദ്യപാനൊക്കെ ആയിട്ട് ഈ ദേശം മുഴുവൻ അറിഞ്ഞ് ആളാകെ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഇതിനിടയിൽ മദ്യപാനമൊക്കെയാണ്, വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഭാസ്കർ ബ്രദർ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. തൊട്ടടുത്തുണ്ട്, രാവിലെ എവിടെ പോയിരിക്കുന്നു, ഇന്നലെ ഇവിടെ വന്നു. ഞാൻ വരുന്നുണ്ട്, നോക്കട്ടെ. നമ്മളൊക്കെ എത്ര ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളുടെ ആരെപ്പോലും ദൈവം തൊടാത്ത തരത്തിൽ അദ്ദേഹത്തോട് സ്നാനത്തിന് മുമ്പ് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ പോയി. അപ്പോൾ 5, 6 വരെ 7 വരെ സ്നാനപ്പെട്ടതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവരും പോയി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിൽക്കണമെങ്കിൽ തന്നെ ദൈവകൃപ വേണം. എങ്കിലും ദൈവകൃപ എന്നെ ഒന്നാമത് പറയാം, വേറെ ഒന്നല്ല, നമ്മളെ ഒന്നുമല്ല മുൻകുറി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ കൃപ ലഭിച്ചവൻ ഭാഗ്യവാൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവന്നത് ഈ കാലത്തും വില്യം മരിയം ബ്രൻഹാമിനെ ദൈവം ഉപയോഗിച്ചുവെന്നും അദ്ദേഹത്തിലൂടെ സംസാരിച്ചത് ദൈവമാണെന്നും വിശ്വസിക്കുന്നുവെങ്കിലേ നമുക്ക് ഇവിടെ നിൽക്കാനും കഴിയുള്ളൂ, ഇല്ലെങ്കിൽ നിൽക്കാൻ കഴിയുകയില്ല. ഓക്കെ, ഞാൻ നല്ല കാര്യം പറഞ്ഞു വന്നതാണ്. ഓക്കെ, ഏഴാമത്തെ ദിവസം ഞാൻ ചോദ്യം, എന്തുകൊണ്ട് നമ്മൾ പിന്മഴയെ അയക്കണമെന്നുള്ള പാട്ട് പാടിയിട്ട് നമ്മളിപ്പോൾ പാടുന്നില്ല, എന്നിട്ട് മുൻമഴയെ അയക്കണമേ എന്ന് പറയുന്നു? എന്താണ് പിന്മഴയെ അയക്കണമെന്ന് പാടിയതിന്റെ ഉദ്ദേശം? ആദ്യ നൂറ്റാണ്ടിൽ വന്ന പരിശുദ്ധാത്മാവ് നിലച്ചുപോയി, ആ പൂർണ്ണ ശക്തിയോടെ ഇല്ല എന്ന് ബോധ്യപ്പെട്ട പെന്തക്കോസ്തുകാർ എഴുതി വെച്ചതാണ്. അവർ ചോദിച്ചു,
നമ്മളിന്ന് പാടാത്തത് എന്തുകൊണ്ട്? എന്നിട്ട് മുൻമഴ അയക്കാൻ പറയുന്നു. പിന്മഴ എന്ന് വെച്ചാൽ അതേ ശക്തി വരാനായിട്ട്, അതേ ശക്തി നമ്മുടെ മേൽ വന്നത് കൊണ്ടാണ് നമ്മളത് പാടാത്തത്. വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടെ വേണം. അങ്ങനെയെങ്കിൽ മുൻമഴയെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അതിലാണ്. അതാണ് കർത്താവ് യേശു ക്രിസ്തു. എത്രയും പെട്ടെന്ന് കർത്താവ് വരണം, എനിക്ക് പോകണം. കാര്യം ഇത് എൻ്റെ ദേശമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അല്പസമയം മുഷിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കുമ്പോൾ എവിടെ പോകണം? പെട്ടെന്ന് വീട്ടിൽ എത്തിയാൽ മതി. കാര്യം എന്താ? ഇവിടെ താൽക്കാലിക. അതാണ് കൃത്യം നമ്മുടെ വിചാരം. ഇതിലും ഉപരിയായിരിക്കണം എനിക്ക് ഈ ദേശവും ലോകവും വീടും ഇവിടുത്തെ ജീവിതവും ഒക്കെയും എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടിട്ട് കർത്താവിനോട് കൂടെ പോകണം. അങ്ങനെ കറക്റ്റ് പ്രത്യാശ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ ഒരു ദാഹം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രത്യാശയോടും കൂടി ആയിരിക്കുക. ഇപ്പോ ഹാനോക്ക് പ്രവാചകൻ എപ്പോഴും പറയുന്നതാണ്, ആദ്യം വേദം എഴുതിയത് എവിടെയാണ്? ബൈബിൾ ആദ്യമായി എഴുതിയത് വായിച്ചിട്ടുണ്ട്? പ്രവാചകന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിരമിഡിലാണ്. അത് എങ്ങനെയാണെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, നോഹയുടെ ചെറുമോനാണ്, സഹോദരിയുടെ മോനെന്തോണ്. അവൻ ദൈവത്തോട് ചേർന്ന് ഏതു നേരവും. പക്ഷെ നോഹ അങ്ങനെയല്ലായിരുന്നു. ഈ സഭയിൽ രണ്ടൊരു കണക്കാണ്. നമ്മൾ ഈ സഭയിലിരിക്കുന്ന ജനം ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ എടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ബൈബിളിൽ ഒരു മാതൃകയാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഹാനോക്ക് ഏതു നേരവും ദൈവത്തോടു കൂടെ. അവൻ ജീവന കാര്യങ്ങളിലല്ല ഏറിയ ഭാവവും. എത്ര 500 വയസ്സ് വരെ അവൻ ജീവിച്ചിരുന്നു, എന്നിട്ട് എടുക്കപ്പെട്ടു. ഇത് 300 വയസ്സ് വരെയുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട്. ബാക്കി 200ഓളം വയസ്സിൽ അവൻ മറയപ്പെട്ടിരുന്നു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ഓക്കെ, അത്രയും സമയം അവൻ ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവൻ ഓരോ സമയവും ദൈവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദൈവം പറയുന്നതിനെല്ലാം അവൻ കുറിച്ചെടുക്കും. അവൻ ഏതു നേരവും പുസ്തകവും, ബുക്ക്, പേന, ഈ വക കാര്യങ്ങൾ അവനെ ആക്ഷേപിക്കാതിരിക്കും ജനം. അവന്റെ കൂടെയുള്ളവർ മുഴുവൻ ആക്ഷേപിച്ചിട്ടുണ്ടാവും. നോഹ വരെ ആക്ഷേപിച്ചിട്ടുണ്ടാവും വേണത്. എന്താ അങ്ങനെ ഇരിക്കുന്നില്ല? അങ്ങനെ ഏതു നേരവും ദൈവത്തിൽ നിന്ന് കിട്ടുന്ന, നോക്കണേ, ദൈവം സംസാരിക്കുന്ന ശബ്ദം മുഴുവൻ എന്തെന്ന് അവന് മനസ്സിലായി? ദൈവവചനം. അപ്പൊ അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, എന്റെ കാലത്തിന് ശേഷവും ഇത് ലോകത്തിന് കിട്ടണമെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് വെക്കണം, നശിച്ചു പോകുന്ന പേപ്പറിലല്ല. അവൻ ആദ്യം അങ്ങനെയൊക്കെ കുറിച്ച് വെച്ചു. പേനയെടുത്ത് ബുക്കും പേപ്പറൊക്കെ എടുത്ത് അതെല്ലാം കുറിച്ച് വെച്ചു. എന്നിട്ട് വേണ്ട ചിറ്റികയും ഉളി എടുത്തിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കി പിരമിഡിൽ പോയി കുത്തിവെച്ചു, കല്ലിൽ കുത്തിവെച്ചു. പ്രവാചകന്റെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ആദ്യത്തെ വേദം എഴുതിയത് ആദ്യത്തെ ദൈവം കൽപ്പനകൾ. അതിനുശേഷം ഹാനോക്ക് മോശയ്ക്കല്ലേ കൽപ്പന കൊടുത്തത്. മോശയ്ക്ക് ഹാനോക്കിന്റെ എത്രയോ കാലശേഷം, ഹാനോക്കിന്റെ കാലശേഷമാണ് നോഹയുടെ കാലം. ഓക്കെ, നോഹയുടെ കാലത്ത് ജലപ്രളയം വന്ന് എല്ലാം നശിച്ചു കഴിഞ്ഞ് എത്രയോ കാലങ്ങൾക്ക് 1000 വർഷം. ആദാം മുതൽ നോഹ വരെ 1000 വർഷം. നോഹ മുതൽ അബ്രഹാം വരെ 1000 വർഷം. ഓക്കെ, അബ്രഹാമിനും ശേഷമാണോ മുൻപാണോ മോശയുടെ കാലം? അബ്രഹാമിന് ശേഷമാണ്. ഞാൻ പറഞ്ഞില്ല, ചോദ്യങ്ങൾ ചോദിച്ച കാര്യമില്ല. ഓക്കെ, എങ്കിലല്ലേ അബ്രഹാമിന്റെ കാര്യമല്ല മോശയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. അബ്രഹാം ജനിച്ചത് ആദാമിന്റെ ഇസ്ഹാക്കിന്റെ കാര്യമാണ്. അബ്രഹാം എഴുതിയ ഏതൊക്കെ പുസ്തകങ്ങളുണ്ടോ അത് മുഴുവനും സംഭവിച്ചതിന് ശേഷമാണ് മോശ വന്നത്. മോശ അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. മോശ വരുന്നത് നമുക്കറിയാം, ഇസ്രായേലിൽ 60ഓളം ജനവുമായിട്ട് വന്ന ആ ജനത്തെ വിടുവിക്കുന്നതിനാണ് മോശ വന്നത്. അപ്പം ഇസ്രായേലിൽ നിന്ന് ജനത്തെ വിടുവിക്കുമ്പോൾ തന്നെ എത്രയോ വർഷം കഴിഞ്ഞു. യോസേഫിന്റെ കാലത്ത് കഴിഞ്ഞ ശേഷം യോസേഫിനെ അറിയാത്ത ഫറവോന്റെ കാലത്താണ് മോശ വരുന്നത്. അപ്പോൾ എത്രയോ ലക്ഷം ജനമുണ്ടായി, എത്രയോ 1000 വർഷമായി. അപ്പോഴാണ് മോശ വരുന്നത്. മോശ വരുമ്പോഴൊക്കെ അബ്രഹാമിന്റെയും നോഹയുടെയും കാര്യം ആ ഉൽപ്പത്തി മുതൽ എഴുതിയത് മോശയാണ്. മോശയിലൂടെ ദൈവം സംസാരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം എഴുതി തന്നു. ഓക്കെ, അപ്പം നോഹയുടെ കാലത്ത് നോഹയുടെ കൂടെയുള്ളവരും എല്ലാവരും ആരെ ആക്ഷേപിച്ചിട്ടുണ്ടാവും? ഹാനോക്കിന്. ഹാനോക്ക് എന്താ പരിപാടി? ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക, ദൈവം പറയുന്നതിനെല്ലാം കുറിച്ചെടുക്കുക, മർമ്മങ്ങൾ. എന്നിട്ട് അത് പിരമിഡിൽ പോയി ചുറ്റിയും ഉളിയും കൊണ്ട് കുത്തിവെച്ചു. എത്ര കഷ്ടപ്പാടായിരിക്കും. അവൻ കഷ്ടത അനുഭവിക്കില്ല. എന്തുകൊണ്ടറിയാമോ? അവൻ ക്രിസ്തുവില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ എൻ്റെ സ്വന്തം അല്ല കുഞ്ഞുങ്ങൾക്കോ മക്കൾക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ എനിക്കോ എന്ന് പറഞ്ഞ് ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ സമയം പോകുന്ന അറിയില്ല. അതുപോലെ ഹാനോക്ക് ദൈവത്തിന് വേണ്ടി എഴുതിയപ്പോൾ ഒന്ന് ആലോചിച്ചു, ദൈവജനം മുഴുവനും ബൈബിൾ മുഴുവനും പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള കാര്യങ്ങളെല്ലാം ഹാനോക്കിന് വെളിപ്പെടുത്തി കൊടുത്തു. യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഇത് മുഴുവൻ കൊത്തിവെച്ചു. അവനെ കളിയാക്കി. അവനെന്ത് ചെയ്തു? ദൈവത്തോടൊപ്പം പോയി.
ഏത് നേരവും പുസ്തകവും ബൈബിളും പേനയും അല്ലെങ്കിൽ വേദഗ്രന്ഥവും ദൈവവുമായിട്ട് ബന്ധപ്പെടാത്ത, ഞാൻ ശ്രദ്ധിക്കുക, നോഹ എങ്ങോട്ട് പോയി? രണ്ടാമത്തെ തള്ളിപ്പെട്ടുപോയി, മണവാട്ടിയായില്ല. കഷ്ടത അനുഭവിച്ച ശേഷം വീണ്ടും, അപ്പൊ 2000 വർഷമായി. പിന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂസ് മരണം, വീണ്ടും 2000 വർഷം. 2000 വർഷവും നോഹ എവിടെ കിടന്നു? പീഡന സ്ഥലത്ത്, യാതന സ്ഥലം. വേറെ ഈ ബദ്ധന്മാരെ വിടുവിച്ച്, ബദ്ധന്മാരുടെ അടുക്കൽ പോവില്ല. ആരുടെങ്കിലും ഇതുണ്ടോ, നെറ്റ് ഉണ്ടോ? എൻ്റെ 1 GB ഉള്ളൂ, അപ്പോൾ തീർന്നു. ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് തരാൻ പറ്റുമോ? ഒന്ന് ചെയ്തോ. ലൈവ് ഫുൾ HD-യിലായിട്ടിരിക്കുന്നത്, ഫുൾ ക്ലാരിറ്റിയിലായിട്ടിരിക്കുന്നത്, കാണാൻ 3 ആൾക്കാരുണ്ട്. ഓക്കെ, ഒന്ന് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത്. അപ്പോൾ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുക, ഇതാണ് എൻ്റെ മർമ്മം. ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുക മാത്രമല്ല, അവൻ കുറിച്ചെടുക്കുകയും പിന്നത്തേതിലേക്ക് കരുതി വയ്ക്കുകയും ചെയ്തവൻ ഒന്നാമത്തെ ഗണത്തിൽ പോയി. അവൻ ആര്? രണ്ടാമത്തെ ഗണത്തിൽ പോയി. നോഹ പോലും അറിഞ്ഞില്ല. അതുപോലെ തന്നെ ഇയ്യോബ് ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം പേനയും ബുക്കും പേപ്പറും എടുത്ത് അവനെല്ലാം രേഖപ്പെടുത്തും. കാര്യം എന്താ? ആ കാലത്ത് വേദഗ്രന്ഥം കുറച്ചേ ഉള്ളൂ, പരിമിതമാണ്. ബാക്കി ദൈവം പറയുന്ന കാര്യം എല്ലാം അവൻ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവന്റെ ഭാര്യയും കളിയാക്കി, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കളിയാക്കി. അവനും എടുക്കപ്പെടും, ഉറപ്പായിട്ടും എടുക്കപ്പെടും. പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളെ കാര്യം, മെസ്സേജ്, ഈ പുസ്തകം, ഇതാണ് കർത്താവ് താൻ ഗംഭീരനാദം. യോഹന്നാൻ സ്നാപകനെ ഉപയോഗിച്ച് ദൈവം ആദ്യം സംസാരിച്ചത് കേട്ട് വിശ്വസിച്ചവർക്ക് മാത്രമേ യേശുക്രിസ്തുവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞുള്ളൂ. കുറെ പേര് കേട്ട് വിശ്വസിച്ച് പുറത്ത് വന്ന് യേശുവിന്റെ അവിടെ കൂടിയത് യേശുവിനെ ചോദ്യം ചെയ്തു. അവരെല്ലാം മരിച്ചുപോയി. കുറച്ച് ഓൺ ചെയ്താൽ ഒരു നിമിഷം. ഓ 5850 5G കോഡ് വേണ്ടേ? അപ്പൊ ഞാൻ മറ്റേത് കട്ട് ചെയ്യട്ടോ. ഓക്കെ. അപ്പോ ഇന്ന് മെസ്സേജ്, ഹാനോക്കിന് ദൈവം സംസാരിച്ചതെല്ലാം അവൻ രേഖപ്പെടുത്തി വെക്കുകയും പിൻതലമുറകൾക്ക് വേണ്ടി കരുതപ്പെടുകയും 24 മണിക്കൂറും ദൈവവുമായി ബന്ധപ്പെട്ടിരുന്നവൻ കർത്താവിനോടുകൂടെ പോവുകയും നോഹ അല്പമായി ഇരിക്കുകയും അവൻ രണ്ടാമത്തെ ഗണത്തിൽ പെടുകയും ചെയ്തു. ദൈവം ഇന്ന് അന്ത്യകാലത്ത് ദൈവം നമുക്കോട് സംസാരിച്ച കർത്താവ് താൻ ഗംഭീരനാദമാണ് നമ്മുടെ മെസ്സേജ്. ഇപ്പൊ പറഞ്ഞതുപോലെ കാഹളമൂതി നാദം ഇതിനകത്തുണ്ട്. അപ്പോ ഞാൻ ഇന്നലെ മെസ്സേജ് കേട്ടതോടുകൂടി ഇപ്പൊ നെറ്റ് എടുക്കുന്നില്ല, ഇവർ വിട്ടുപോയാൽ എടുക്കില്ല. ഞാൻ പിന്നീട് പറയുന്നത് നെറ്റ് വേണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാർത്ത കേട്ട് കഴിയുമ്പോൾ പിന്നെ വലിയ വലിയ ലോകത്തിന്റെ മഹാത്ഭുതങ്ങൾ, ഷിപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യം, മൃഗങ്ങളുടേത്, എന്തെന്നാ നാഷണൽ ജിയോഗ്രഫി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കും. ഇനി അതൊന്നും വേണ്ട, ഇന്നത്തെ മെസ്സേജ് കേട്ടതാണ്. ഈ മെസ്സേജ് നമ്മുടെ ജീവനാണ്. ഈ ഓരോ പുസ്തകങ്ങളും എടുത്ത് ബുക്കും പേനയുമായിട്ട് ഇതിനെയുള്ള ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളും പ്രത്യേകം പോയിന്റുകളായിട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആരുണ്ടെങ്കിൽ അവൻ ഒന്നാമത്തെ ഗണത്തിൽ പോയിരിക്കും. ബൈബിളിന്റെ മാതൃകയാണ്. അത് എഴുതുന്ന സമയം പറഞ്ഞു. ഹാനോക്കൊക്കെ ഉണരുന്ന രാവിലെ 4:45, വെറുതെ പറയണ്ടല്ലോ, 4:45 മണിക്ക് എഴുതും. പ്രഭാതം നമ്മുടെ പഠിപ്പിച്ചാണ്. പ്രഭാത നക്ഷത്രങ്ങൾ എപ്പോഴാണ് ഉണരുന്നത് അറിയാമോ? 3:30 മണിക്കാണ് പ്രഭാത നക്ഷത്രങ്ങൾ ഉണരുന്നത്. ഇന്നും ലോകത്തുള്ള അത് ചെറിയ നക്ഷത്രം, വെളി നോക്കി അറിയാം. ഇപ്പൊ രാത്രി കാണാതിരിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ ചെറിയ 3:30 മണിയാകുമ്പോൾ കാണാൻ പറ്റും. നമ്മളുടെ ഉൽപ്പത്തി 1-2 പ്രഭാത നക്ഷത്രങ്ങളെല്ലാം ഘോഷിച്ചുല്ലസിക്കുകയും ദൈവത്തിന്റെ പുത്രന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാത നക്ഷത്രങ്ങൾ, ദൈവത്തിന്റെ ദൂതന്മാർ ഉണരുന്നത് 3:30 മണിക്ക്. നമ്മൾ ഹാനോക്ക് 4:45 മണിക്ക് ഉണർന്ന് എഴുന്നേറ്റ് അവൻ എഴുതി വെച്ച എല്ലാ ഗ്രന്ഥങ്ങളെയും എടുത്തിട്ട് വീണ്ടും വിവരണം ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് അവൻ പിരമിഡിൽ പോയി കുത്തിവെക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് വാർത്തയും കണ്ട് ലോകത്തിന്റെ കാര്യം, ഇസ്രായേലിന്റെ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ കാണുന്നത്, വേറെ സീരിയലും കാര്യങ്ങളൊന്നും കാണാറില്ല. ഇത് പറഞ്ഞതുകൊണ്ട്. പക്ഷെ എങ്കിലും പ്രവാചകൻ പറഞ്ഞാല് പെന്തക്കോസ്തുകാരൻ TV ഇതൊന്നും സിനിമ കാണാൻ പോകരുത്. പോകില്ല. പക്ഷെ എല്ലാം കൂടെ റെഡിയാക്കി മൊബൈലിൽ വെച്ച് കൊടുക്കും. നീ എങ്ങും കൊണ്ട് ഇവിടെ തന്നെ. നമ്മൾ ആരും അറിയാതെ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ലോകപ്രദം. ഞാൻ അങ്ങനെ തീരുമാനം. ഓരോ വചനവും കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നു എങ്കിൽ ദൈവം അത് മാനിക്കും, പിന്നെ എന്നെ സഹായിക്കുകയും ചെയ്യും.
ഞാനും വിചാരിച്ചു. അപ്പൊ ഇന്നലെ ഇത് കേൾക്കുന്ന ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷെ രാവിലെ തന്നെ ഉറക്കം കഴിച്ചപ്പോൾ തന്നെ ഒരു കെട്ട് ബുക്കുമായിട്ട് ഞാൻ വെളിയിൽ വന്നിരുന്നു. അവിടെ ഇരുന്ന് നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മളോട് ഇനിയിപ്പോൾ എടുക്കും. പ്രവാചകനെ ധിക്കരിച്ചതുകൊണ്ട് പ്രവാചകൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നോട്ട് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ജീവനക്കാരികൾക്ക് നിങ്ങൾക്ക് പോകാം. അത് കഴിഞ്ഞ് വരുമ്പോൾ ഏറിയ ഭാഗങ്ങളും മെസ്സേജ് ബുക്ക് എടുത്ത് പ്രത്യേകിച്ച് കൊടുത്ത് ഹെഡ്ലൈൻ എഴുതി അതിലാണ് നമ്മളിപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണ്, എത്രയോ നോട്ട് റെഫർ ചെയ്തിട്ടുണ്ടോ അല്ലെ? ഡിഗ്രിക്ക് പഠിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട് സുഹൃത്തുക്കൾ പിന്നെ നെറ്റിലാരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പ്രൊഫസർമാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം റെഫർ ചെയ്താൽ നിങ്ങളകത്ത് ഈ ലോകത്തിന്റെ ഒരു വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ഇത് നമ്മൾ എങ്ങും കൊണ്ടുപോലും ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഇത് ഉപകരിക്കുള്ളൂ. ഇത് കഴിഞ്ഞാൽ നടത്തിക്കൊണ്ടുപോകുന്ന കർത്താവാണ്. ആ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് എഫേർട്ട് എടുക്കുന്നു? ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മോടൊപ്പമുള്ളവർ തന്നെ കളിയാക്കുമ്പോൾ വിചാരിച്ചോളം ആ വ്യക്തി ഇതിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്. ഈ അപമാനം സഹിച്ച് ദൈവത്തിന്റെ രീതി ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഇത് സഹിച്ച് ചെയ്ത് ഇരുന്നപ്പോ ഹാനോക്ക് പോയി. കളിയാക്കിയ നോഹ താഴെ വീണുപോയി. അപ്പൊ ഇതൊന്നും ചെയ്യാത്തവരോട് പോയി. നോഹയുടെ കാലത്ത് ജലപ്രളയത്തിലെല്ലാം വെള്ളം കയറി മരിച്ചുപോയി. നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറഞ്ഞാൽ 3 ടൈപ്പിന് നമ്മുടെ മുമ്പിൽ പ്രവാചകൻ വരച്ച്, അത് ഇംഗ്ലീഷ് മെസ്സേജാണ്, പ്രവാചകൻ വരച്ച് കാണിച്ചിരിക്കുകയാണ്. നമുക്കിന്ന് നോക്കട്ടെ. നമ്മുടെ മാലിക് ബ്രദറിന് പറയാം. മാലിക് ബ്രദർ പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഇംഗ്ലീഷ് മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറയാം. ഇംഗ്ലീഷ് മെസ്സേജാണ്. അപ്പം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച, എഴുതി കാത്തിരുന്ന് അപമാനം സഹിച്ച ഹാനോക്ക് അവൻ എടുക്കപ്പെട്ടു. നോക്കൂ, അവനോടൊപ്പം ഒരു കാര്യം കൂടെ പോയി എന്ന് പറയുന്നത് എന്താണ്? അവൻ ജീവിച്ചിരുന്ന ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ മഹത്വത്തിലാണ് അവനെ കരയറ്റിയത് ദൈവം. നമ്മളൊരു വചനം കേട്ടാലും ദൈവത്തിന് മഹത്വം കൊടുക്കില്ലെങ്കിൽ വെച്ചോളൂ വെക്കും. അപ്പൊ അതുപോലെ റെഫർ ചെയ്തെങ്കിൽ നിങ്ങൾക്കും നമുക്കും ഞാനും എല്ലാവരും ദൈവത്തിന് വേണ്ടി ഈ സന്ദേശത്തെ എടുത്ത് രാവിലെ ഓരോ പുസ്തകം എടുത്ത് ഒരു ഹെഡിങ് എഴുതുക. അതിനാൽ നിങ്ങളുടെ ഉദ്ദേശ ഹൃദയത്തില്ല. പാസ്റ്റർ പറഞ്ഞത് മറ്റുള്ളവർ കാണട്ടെ എന്നൊരു കാര്യമില്ല. ഹൃദയത്തിനകത്ത് 100% ഉദ്ദേശമാണെങ്കിൽ ഇവിടെ സംസാരിക്കുന്നതിൽ അധികം കർത്താവ് നമ്മോട് സംസാരിക്കും. നിങ്ങൾക്ക് മർമ്മമായി കുറിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ കളിയാക്കുന്നവരുണ്ടാവും. പറ്റേക്ക് വന്ന് ഷെയർ ചെയ്ത് നമുക്ക് ചർച്ച ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യാം. ആരിലൂടെ ആയിരുന്നു വന്ന് പറഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് പുസ്തകം എടുത്തിട്ട് ചർച്ച നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അപമാനം സഹിക്കാൻ തയ്യാറാണെങ്കിൽ മെസ്സേജ് ബുക്ക് ആയിട്ടിരിക്കുക. നമുക്കിത് ബൈബിൾ തന്നെയാണ് അല്ലേ? വെളിപ്പാട് പറയുന്നത് തുറന്ന ഒരു ചെറു പുസ്തകവുമായി വെളിപ്പാട് 19 വന്നത്. ബൈബിൾ 7 മുദ്രകൾ ചെയ്തിരുന്നു. അതിനകത്തുള്ള രഹസ്യങ്ങളാണ് ആ പുസ്തകം. അത് തിന്നപ്പോൾ വയറ്റിൽ കഴിച്ചു, വയറ്റില്ലേ വായി കഴിപ്പ്, പിന്നത്തേതിൽ അത് മധുരമായി. കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നത്തെ ജീവനായി തീരും. നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പോ കർത്തൃ ദിവസത്തിൽ ആത്മവിവേചനത്തിലായപ്പോൾ യോഹന്നാൻ കാഹളത്തിന് ഒത്ത, അപ്പൊ ശബ്ദം കേട്ടപ്പോൾ അതിനുള്ളിലുള്ള മർമ്മം ഗ്രഹിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. ശബ്ദം എന്താ? ഗർജിക്കുന്ന സിംഹത്തിന്റെ ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടതോ? കുഞ്ഞാട് ഇറക്കപ്പെട്ടവനെ പോലെ. എന്നാൽ ഇതേ കുഞ്ഞാടിന് ഇപ്പൊ വെളിപ്പാട് പുസ്തകം 1:10. ഇതേ കുഞ്ഞാടിനെ അവൻ കണ്ടപ്പോൾ നേരത്തെ എന്താ പഠിപ്പിച്ച നമ്മള്? അവൻ മരിച്ചവനെ പോലെയായി അവന്റെ കാൽക്കൽ അവൻ വീണു. എന്തുകൊണ്ടാ? അവൻ ഈ ഭൂമിയിൽ, ഈ യോഹന്നാൻ ഭൂമിയിൽ വെച്ച് കൂടെ നടന്ന് മാറത്ത് ചേർന്നിരുന്ന സ്നേഹിതനാണ് എന്ന് പറഞ്ഞ് ചാരിയിരുന്ന അതേ കർത്താവ് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അവനെ കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നിപ്പോ നമ്മൾ ഇതെല്ലാം പറയുമ്പോ യേശു എവിടെയോ ഇരിപ്പുണ്ട്, യേശു എല്ലാം കേൾക്കുന്നു. കർത്താവ് ഇപ്പൊ ഇവിടെ പ്രത്യക്ഷിക്കുന്ന ആവേണ്ടുന്ന അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മളും അതുപോലെ വീഴും. എന്റെ കർത്താവേ, എന്നെ കൈവിടരുതേ. അതുപോലെ യോഹന്നാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയത്. അപ്പം യോഹന്നാൻ മാറോട് ചേർന്നിരുന്നെങ്കിലും ഈ യോഹന്നാൻ, ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാനും മറ്റവരെ സംശയിച്ച പോലെയൊക്കെ സംശയിച്ചിട്ടുണ്ടാവൂലേ? ഇല്ല, അവൻ ജീവിച്ചിരുന്നപ്പോ ഇല്ല. എവൻ തന്നെയാണ് റിയൽ ഗോഡ് എന്ന് കണ്ടെങ്കിൽ അവൻ മരിച്ചവനെ പോലെ വീഴണ്ടല്ലോ. അവൻ കണ്ടിരിക്കല്ലേ മുമ്പേ. നമ്മളും യേശുക്രിസ്തുവിനെ ഇപ്പൊ ഇവിടെ മുമ്പ് കണ്ടു പരിചയമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഞാൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർക്ക് അതിശയം തോന്നും. കണ്ട നമുക്കോ മുൻപരിചയം ഉണ്ടാവും. യോഹന്നാന് മുൻപരിചയം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരിച്ചവനെ പോലെ ആയത്. ഹല്ലേലൂയ. നമ്മളും ആത്മവിവേചനത്തിൽ എടുത്തു പോയാൽ മാത്രമേ ഈ സന്ദേശം ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. 7 പൂർണ്ണതയെ കുറിക്കുന്നു. 8 വീണ്ടും ആദ്യത്തെ ദിവസത്തെ കാണിക്കുന്നു. എന്നെ ആത്മവിവേചനയിലായി കഴിയുമ്പോൾ സ്വർഗീയ ദർശനങ്ങളെ, സ്വർഗീയ കാഴ്ചകളെ കാണിപ്പാൻ യോഗ്യനാക്കി തീർക്കുകയാണ്. അപ്പോൾ 8
എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനെ കാണിക്കുന്നു? ഒന്ന്, ഞാൻ ആദ്യം എവിടെ ഉണ്ടായിരുന്നു? കർത്താവിനോടുകൂടെ. ഓക്കെ, നമുക്ക് നിത്യജീവനും നിത്യമായ ശബത്തും നൽകിയിരിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഉണ്ടായത് ആഴ്ചയുടെ ആദ്യ ദിവസമായിരുന്നു. ആമേൻ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ടായത് ആഴ്ചയുടെ ആദ്യ ദിവസമാകുന്നു. മനസ്സിലായോ? ഏതാണ്? ഞായർ. ശനിയാണ് ലാസ്റ്റ്. 6 ദിവസം അധ്വാനിക്കുക, 7 അവസാനത്തെ ദിവസം, 7-ാം ദിവസം അന്ന് സ്വസ്ഥത, വിശ്രമം. ഇന്നോ അത് തിരിച്ചു വന്നു. 1-ാമത്തെ ദിവസം ആരാധനയായിട്ട് വന്നു. അതുകൊണ്ടാണ് ഞായറാഴ്ച കൂടി വരുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. ബൈബിളിൽ വാക്യമുണ്ട്. ദൈവം ആഴ്ചയുടെ ഒരു പ്രത്യേക ദിവസം ശബത്തായി നമുക്ക് നൽകിയിട്ടില്ല ഇന്ന്. എന്തുകൊണ്ടാണ്? ഇപ്പൊ 1-ാം ദിവസം എന്ന് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച വ്യക്തമായി പഠിപ്പിച്ചാണ്. ഇന്ന് ക്രിസ്തു വിശ്വാസിക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന ശേഷം ഇന്ന് ഒരു ക്രിസ്തു വിശ്വാസിക്ക് എല്ലാ ദിവസവും കർത്തൃ ദിവസമാണ്. നമുക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിലേക്ക് കയറി ചെല്ലുവാനും ആത്മീകമായി കയറി ചെല്ലുവാനും വചനത്തോട് ധ്യാനിക്കാനും എല്ലാത്തിനും നമ്മുടെ എല്ലാ ദിവസവും. എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് 2.5 മണിക്കൂർ ദൈവത്തിനുള്ള ദശാംശം. ഒരു ദിവസത്തില് 24 മണിക്കൂറിൽ 2 മണിക്കൂർ 40 മിനിറ്റ് ദൈവത്തിൻ്റെയാണ്. അത്രയും സമയങ്ങൾ നമ്മൾ ദൈവത്തോട് കൂടി ഇരിക്കണം. ഓക്കെ, ഇങ്ങനെ നാം കാണുന്നു. നാം നമ്മുടെ സ്വസ്ഥതയിൽ പ്രവേശിച്ചു, അതിൽ തുടരുകയും ചെയ്യുന്നു. ആമേൻ. നാം അനുഭവിക്കുന്ന സ്വസ്ഥതയുടെ നിഴലിലായിട്ടാണ് അവർക്ക് ശബത്ത് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വസ്ഥതയുടെ നിഴലായിട്ടാണ് പഴയ നിയമത്തിലെ വിശ്വാസിക്ക് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ അന്ന് അവരുടെ സ്വസ്ഥത ദൈവത്തോടു കൂടി ആയിരിക്കുക 7-ാമത്തെ ദിവസം. ഇന്നോ അവർ പ്രതീക്ഷിച്ചിരുന്ന ദൈവം അകത്ത് വരുന്ന ആ സ്വസ്ഥത ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്നു എങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കർത്താവിനോട് കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും സ്വസ്ഥത, നമുക്ക് എല്ലാ ദിവസവും കർത്താവിനോട് ആരാധിച്ച് കർത്താവിനോടായിരിക്കാം. അവർക്ക് നിഴലായി കൊടുത്തിരുന്നു. അത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. നോക്കാം, യഥാർത്ഥമായിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളപ്പോൾ നാം എന്തിന് അതിന്റെ നിഴലായി ഇന്നും ശബത്തിലേക്ക് മടങ്ങി പോകണം? നമ്മൾ പുറമേ പോയി സുവിശേഷം അറിയിക്കുന്ന നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തൊരു ശബത്ത് ആചരിക്കില്ല, നമ്മളോട് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ. ഓക്കെ, നിങ്ങൾ ഇപ്പൊ തന്നെ കർത്താവേ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം കേൾക്കുമ്പോൾ ഇതുപോലെ വചനം കേൾക്കുമ്പോൾ കർത്താവേ മർമ്മങ്ങൾ രഹസ്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് എനിക്ക് അവിശ്വാസത്തിൽ ഇരിക്കുന്ന ജനത്തോട് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ, ഞാൻ പണ്ട് മുതൽ എങ്ങനെയാണ് പെന്തക്കോസ്തലിൽ അതിന് മുമ്പ് ചോദിക്കുന്നപ്പോഴെല്ലാം എങ്ങനെയാണ് ജനത്തോട് പറയാം. അത് നമ്മുടെ ഹൃദയത്തിൽ കിടക്കും. എവിടെയെങ്കിലും ഇതിന്റെ ഒരു സാഹചര്യം വന്ന ഒരാൾ സെവന്തരക്കാരൻ വന്ന് മുമ്പേ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യം ഓർമ്മ വരും. ഈ സെവന്തിലെ ദൈവം ആഴ്ചയിൽ അവസാനത്തെ ദിവസമല്ലേ കൊടുത്തത്. ഇന്ന് ആഴ്ചയുടെ 1-ാമത്തെ ദിവസം ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലേ? അന്ന് നമ്മൾ വിശ്വസിക്കുന്ന പ്രകാരം പരിശുദ്ധാത്മാവ്, അവര് പ്രതീക്ഷിച്ചിരുന്ന ആ ദൈവാത്മാവ് ഇന്ന് എന്റെ ഉള്ളിൽ വന്നെങ്കിൽ വിശ്രമം, സ്വസ്ഥത ഇന്ന് എല്ലാ ദിവസവും എന്റെ തന്നെയാണ്. പക്ഷെ ആഴ്ചയുടെ 1-ാം ദിവസം കൂടി വന്നു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ആരാധനയ്ക്കായി കൂടി വന്നു. ബാക്കി എല്ലാ ദിവസവും എന്റെ സ്വസ്ഥത തന്നെയാണ്. തക്ക സമയത്ത് കർത്താവ് ഓർമ്മ തരും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് നിത്യമായ സ്വസ്ഥത ലഭിച്ചിരിക്കുന്നത്? മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം 28-29 അവൻ പറഞ്ഞു, ശ്രദ്ധിച്ചോളെ, നമുക്ക് സ്വസ്ഥത കിട്ടിയത് എങ്ങനെയാണ്? എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഈ ഒറ്റ വചനം പറയാം. ഞാൻ 2 ദിവസം അവിടെ ഇട്ടതാണ്, ഇത് വായിച്ച സമയത്ത് അവിടെ ഇട്ടത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരും. ആശ്വസിപ്പിക്കുന്ന ഈ ആശ്വാസമാണ് സ്വസ്ഥത. ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന്. ആർക്കാണ്? ഇപ്പൊ നമ്മുടെ 3 പേരെ കാര്യം പഠിച്ചു. ഹാനോക്കിന്റെ കാര്യം പഠിച്ചു, നോഹയുടെ കാര്യം പഠിച്ചു, വേറെ ലോകപ്രകാരം. അപ്പോൾ ഈ അധ്വാനവും ഭാരം ചുമക്കുക വെച്ചാൽ രാവിലെ മുതൽ നമ്മാട്ടി എടുത്തുകൊണ്ട് പറമ്പിൽ പോയി കിടക്കുകയും, ഞാൻ കൂലിപ്പണിക്ക് പോകുന്നത് എന്റെ വീട്ടിൽ എന്റെ സ്വന്തം പറമ്പിൽ കിടക്കുകയും അടുക്കള പണി ചെയ്യുകയും, ഈ അധ്വാനങ്ങൾ അതെല്ലാം വേണം, നമുക്ക് അതെല്ലാം ചെയ്യാം. പക്ഷെ കർത്താവിന് വേണ്ടി ദൈവനാമത്തിൽ അധ്വാനിക്കുകയും ഭാരം എന്ന് പറഞ്ഞാൽ അത് നിമിത്തം എനിക്കുണ്ടാകുന്ന പഴി, ദുഷി, നിന്ന, പരിഹാസം, ഇതെന്തിനാണ് ദൈവം വെച്ചത് അറിയാമോ? ഉൽപ്പത്തി മുതൽ നോക്കിയ ദൈവം നന്മയും തിന്മയും അവിടെ വെച്ചതിനാണ്. ദൈവം ഒരുങ്ങിനെ വെച്ചിട്ട് ഞാൻ അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു, നന്മയും തിന്മയും വയ്ക്കുന്നു, ജീവനും മരണവും വയ്ക്കുന്നു. ഇത് ആരുടെ ഒപ്പം ഉണ്ടാവും? വിശ്വാസിയുടെ കൂടെ ഇത് രണ്ടും ഉണ്ടാവും. അവിശ്വാസിയുടെ കൂടെ മരണം മാത്രമേ ഉണ്ടാവുള്ളൂ.
ശീകോഷ്ണവാന്റെ കൂടെയും ജീവനും മരണം ഉണ്ടാവും. ഏതൊന്നും തിരഞ്ഞെടുക്കാം. അതുപോലെ ആദ്യം മുതൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും 3 ടൈപ്പിൽ ജനമുണ്ട്. അപ്പൊ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും എന്ന് പറഞ്ഞാൽ ഈ ആക്ഷേപം വെച്ചിരിക്കുന്നത് വെറുതെ വന്നൊരു ദൈവവചനം കേട്ട് വിശ്വസിച്ച് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പോയിട്ട് നമുക്ക് ദൈവനാമ നിമിത്തം അല്ലെങ്കിൽ ദൈവവചനം വിശ്വസിച്ച് പ്രമാണിച്ച് അനുസരിക്കുമ്പോൾ കൂട്ടുവിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ എന്നെ അപവാദം പറയണം എന്ന തരത്തിലുള്ള ഭാരം എന്റെ മേൽ തന്നെ വെച്ചിരിക്കുകയാണ്. ഇതൊന്നും വേണമെങ്കിൽ ഒഴിവാക്കാൻ വരുന്നല്ലോ? ഇല്ല. ഇത് കേട്ടാലും മരണപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, അവനെയാണ് കൊണ്ടുപോകാൻ. ജയിക്കുന്നവനെ ഞാനും എന്നോട് കൂടെ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നമ്മുടെ കൂടെ പരിശോധന ഉണ്ടാവും, പരീക്ഷണം ഉണ്ടാവും. ഈ പരിശോധന വരുമ്പോഴത്തേക്ക് തളർന്നു പോകരുത്. പ്രശ്നങ്ങളും പ്രതികൂലം വരുമ്പോൾ ഓടിപ്പോവുകയല്ലത്, അത്രത്തോളം ചേർന്ന് നിന്നോളണം. അതാണ് ദൈവം മാനിക്കുന്നത്. ഇയ്യോബ് നോക്കൂ, ദൈവത്തോട് കൂടെ ആയിരുന്നു. ഭാര്യ, അവന്റെ സ്വത്തുവകകള്, ബന്ധുമിത്രാദികൾ, മക്കൾ എല്ലാറ്റിനെയും എടുത്തു. അവൻ നിസ്സാരമായിട്ട് ദൈവം തന്നു, ദൈവം എടുത്തു. അവൻ ഇതിലും വലിയ കാഴ്ച കണ്ടിട്ടിരിക്കുകയാണ്. പണ്ട് ഏലിയാവ് കണ്ടുപോലെ കെരീത് തോട്ടിൽ വെള്ളം പറ്റി ആഹാരം കൊണ്ട് ആരും ഇല്ലെന്നല്ല, അവൻ ഈ പ്രതികൂലം പ്രശ്നം എല്ലാം കഴിഞ്ഞ് ജയിച്ചിട്ട് സ്വർഗത്തിൽ കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ടാണ് അവൻ കെരീത് തോട്ടിൽ ഇപ്പുറത്ത് നിന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മൾ നിസ്സാരം രോഗമോ പ്രശ്നമോ വീട്ടിലുള്ളവരെല്ലാവരും ഒറ്റപ്പെടുന്നു, ഭർത്താവ്, ഭാര്യ, മക്കൾ, കുഞ്ഞുങ്ങൾ, ഈ മെസ്സേജ് നിമിത്തം എല്ലാവരും കളഞ്ഞു, അല്ലെങ്കിൽ കടഭാരം, രോഗം, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഇന്ന് അയ്യോ പൊത്തോന്ന് വീഴുന്നുവെങ്കിൽ സ്വർഗത്തിൽ കർത്താവിനോട് കൂടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കടഭാരവും ജപ്തിയും രോഗവും ഒന്നൊരു പ്രശ്നമല്ല. എപ്പോഴോ ഇതെല്ലാം പരിഹരിച്ചിട്ട് ഞാൻ കർത്താവിന്റെ കൂടെ ഇരിക്കുകയാണ്. ഇതാണ് വിശ്വാസം. ഇപ്പൊ ഇവിടെ നിന്ന് കാണാൻ കഴിയാത്ത കാര്യം ആത്മാവിൽ ഞാൻ ക്രിസ്തുവിനോട് ഇരിക്കുന്ന കണ്ടവൻ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും ചിരിച്ചോണ്ടിരിക്കുമ്പോ ഇത് കാണാൻ കഴിയാത്ത വ്യക്തിയായിരിക്കും. ഇത്രയും മണ്ണ, ഇത്രയും ജപ്തി നോട്ടീസ് വന്നു, രോഗമാണ്, കൈയില്ല, കാലില്ല, അല്ലെങ്കിൽ എല്ലാവരും തള്ളിക്കളഞ്ഞ, ആഹാരമില്ല, വസ്ത്രമില്ല, നാളെ അടിച്ച് പുറത്താക്കുന്ന കണ്ടീഷനാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുന്നത് അവര് കാണാത്തൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടിരിക്കുകയാണ്. അവനാണ് വിശ്വാസി. പറയുമ്പോൾ വിഷമൊന്നും തോന്നരുത്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ചേർന്നിരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമായിട്ട് ഇപ്പൊ എന്നിലുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി തരണമേ, ആ കാഴ്ച എന്നെ കാണിച്ചു തരണമേ കർത്താവേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ലോകത്തിന്റെ രീതി അനുസരിച്ച് അറിയാതെ ഏറ്റവും ചുരുങ്ങി ഇനി 50-100 വർഷങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, എത്രയും പെട്ടെന്ന് കർത്താവിനോട് കൂടെ ചേർന്ന് പോകാം. അപ്പോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതായത് ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകും. സ്വസ്ഥത, പരിശുദ്ധാത്മാവ്. അടുത്തോ, ഇത് ലഭിച്ച ഒരാളുടെ സ്വഭാവം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റും കൊണ്ട് എന്നോട് പഠിപ്പിൻ. നമ്മൾ ആരിൽ നിന്ന് പഠിച്ചിരിക്കുന്നു? എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ കോപം വരും. അതിന്റെ മറുപടിയും പറഞ്ഞതിന്റെ അപ്പുറവും പറഞ്ഞ് സ്വസ്ഥത, സമാധാനം, എന്റെ നെഞ്ചിടിപ്പ് തീരുന്നത് വരെ പറഞ്ഞിട്ട് ഞാൻ സമാധാനം ഇട്ടിരിക്കുള്ളൂ. ആ മുഖം ഏറ്റാൽ എന്തിനെ നിമിത്തമായിരുന്നാലും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ. അതായത് യേശുവിനെ ഉപദ്രവിച്ച മകൻ പറഞ്ഞത്, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. കണ്ടോ, സൗമ്യതയും താഴ്മയോടുകൂടി കർത്താവിൽ നിന്ന് പഠിച്ച് എങ്കിൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് സ്വസ്ഥത കണ്ടെത്താൻ കഴിയും. ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല, പഠിപ്പിച്ചില്ല. ആത്മാവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ സ്വസ്ഥത എന്നത് പരിശുദ്ധാത്മാവ്. ആത്മാക്കൾക്കുന്ന ഓരോ വാക്ക്, ഇത് വൈകിട്ട് വായിച്ച് എനിക്ക് മനസ്സിലായതല്ല, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ആരെങ്കിലും ദാഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ബൈബിളിന്റെ വചനമാണ് ഇത്. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം 28-29 വായിച്ചു നോക്കാം. നിങ്ങളുടെ ആത്മാക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുറമേ കാണുന്ന ഈ മനുഷ്യനല്ല, ഇതിനകത്തുള്ള ആത്മീക മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ആ ആത്മാവിന് സ്വസ്ഥത, നിത്യജീവൻ, പ്രാണൻ ലഭിക്കും. അതില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ ഈ മെസ്സേജ് പ്രകാരം യേശുക്രിസ്തു നമ്മൾ സ്ഥാനപ്പെട്ടത്. നമ്മളെന്ന വ്യക്തി ആത്മാവാണ്. ആത്മാവ് നമ്മളിലുണ്ട്, നമുക്കൊരു ജഡപ്രകാരം ബോഡിയുണ്ട്. അപ്പോൾ ശരീരമുണ്ട്, ആത്മാവുണ്ട്. ആത്മാവിന്റെ അകത്ത് ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കുവാനാണ് നമ്മൾ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് ആ സ്വസ്ഥത ലഭിച്ച് ആ സ്വസ്ഥതയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമനിമിത്തം നമ്മൾ അധ്വാനിക്കുന്നവരാകും. ഇപ്പൊ കണ്ടല്ലോ, രാവിലെ ചെല്ലുക, ബൈബിൾ എടുക്കുക. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ ഇല്ലാതെ മെസ്സേജ് ഇല്ല. പലരും തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യം പുസ്തകം മാത്രം നമ്മൾ എടുക്കുന്നതാണ്. പ്രവാചകൻ എപ്പോഴും വ്യക്തമായി പറഞ്ഞു, ഈ മെസ്സേജ് വന്നതേ ബൈബിളിൽ നിന്നാണ്. ഇപ്പൊ എന്നെ ഒരു കാര്യം പറയാൻ,
വില്യം ബ്രൺഹാം മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി 14 ദിവസം വരെ ഉയർന്നു പറഞ്ഞു വെച്ചിരുന്നു. അറിഞ്ഞോ നിങ്ങൾ ആരെങ്കിലും? ഇതൊക്കെ ഇത് നേരത്തെ പറഞ്ഞ ദുരുപദേശമാണ്. ഇത് വിട്ടുകൊണ്ട് പോകാനായിട്ട് 6-7 വർഷം മുമ്പ് പലരും വന്ന് പറഞ്ഞു. അതേ കാര്യമാണ് ഇപ്പൊ ഇവിടെ വന്ന് സ്ഥാനപ്പെട്ടവരെന്ന് പറഞ്ഞത്. അവരതുവഴിയൊക്കെ പോയി. 7 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ കർത്താവ് ജോൺ പറഞ്ഞു ചോദിക്കുന്ന വീട്ടിൽ ഞാൻ കർത്താവിന് ചോദിച്ചു. അന്ന് കർത്താവ് എന്നോട് പറഞ്ഞ ആ കാര്യം ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർ പോയി. ഞാൻ ചോദിച്ചു, സഹോദര, ഞാൻ മരിക്കും, എന്റെ മരണശേഷം എന്റെ ഡെഡ് ബോഡി നിങ്ങൾ വെച്ച് വെയിറ്റ് ചെയ്യണം, ഞാൻ ഉയർക്കും എന്ന് വില്യം ബ്രൺഹാം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് തരാൻ പറഞ്ഞു. 39 മുതൽ അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ ഓഡിയോ ഉണ്ട്, ബുക്കായിട്ടുണ്ട്. ഏത് മെസ്സേജ്, ഏത് വർഷം, ഏത് മാസം, ഏത് ബുക്ക്, ഏത് പാരഗ്രാഫ്. ഇനി ഓഡിയോയിലാണെങ്കിൽ എത്രാമത്തെ സമയം കൃത്യമായിട്ട് എനിക്കത് കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന വില്യം ബ്രൺഹാമിനെ ഞാനും തള്ളിക്കളഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ല, ഞാൻ നോക്കി, അതിനുശേഷം നോക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി വെച്ചത് ജെഫേഴ്സൺ വില്ലയല്ലേ, അദ്ദേഹത്തിന്റെ മക്കളല്ലേ. അദ്ദേഹത്തിന്റെ മക്കൾ വെച്ചാൽ ഇദ്ദേഹത്തെ തമ്മിൽ എന്തിനാണ്? യോശുവയുടെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞാണ്, യോശുവയുടെ മക്കൾ അനിഷ്ടം ചെയ്യുന്നത് കണ്ട് യോശുവയോട് പറഞ്ഞു ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. യോശുവയുടെ മക്കൾ അനുസരണം കേട്ടാണ് നോക്കാൻ പോയത്. യോശുവ ദൈവത്തോടു കൂടെ സംസാരിക്കുന്നു. യോശുവയുടെ ആക്കാലത്തിന്റെ പ്രവാചകൻ യോശുവ നോക്കിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ യോശുവ പരിചയപ്പെടുത്തിയ ദൈവത്തെ നോക്കിയാൽ മതിയായിരുന്നു. അപ്പൊ അവിശ്വാസികൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന ജനം എന്ത് പറയുന്നുവോ അത് അവർക്ക് വേദവാക്യവും ജീവനെന്ന് വിചാരിച്ച് അത് മരണം. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാനൊരു നമ്മുടെ ചർച്ച ഗ്രൂപ്പിലുള്ള പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് എബ്രായ പുസ്തകത്തില്, അനേകം പേർ എഴുന്നേറ്റ് പുറത്തു പോയി. സഭയിൽ നിൽക്കുന്നവരെ ഇവിടെ ഇരിക്കുമ്പോഴല്ല, ചിലപ്പോൾ ഇവിടെ ഇരുന്നവർ ഇത് ഗ്രഹിക്കുമ്പോഴേ പുറത്തു പോയാൽ ദൈവം കണക്കിടും. പുറത്തു പോയിട്ട് എനിക്ക് ദൈവത്തിന്റെ വചനം കിട്ടിയിരിക്കുന്നു, ഇനി സഭയിൽ പോകേണ്ട ആവശ്യമില്ല, എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നെ വ്യാഖ്യാനിച്ചു തന്നോളൂ എന്ന് പറഞ്ഞ് പലരും വീട്ടിലിരിക്കുമെന്നു. ഇതല്ലേ ജോൺ പറഞ്ഞ ചർച്ചയ്ക്ക് ഏകദേശം പിരിച്ചു വിട്ടു. പലരും വീടില്ല. ജിത്തു ബ്രദറൊക്കെ ഇപ്പൊ ഇവിടെ വന്ന വ്യക്തി വിളിച്ചപ്പോൾ പറഞ്ഞു, ബ്രദറെ നമുക്ക് ഇവിടെ വന്ന ബ്രദറും പറഞ്ഞു തന്നെ ആദ്യം മെസ്സേജ് കേട്ട് വീട്ടിൽ ഇരുന്നാൽ മതിയെന്നു പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കോട്ടീസ്. ഇങ്ങനെ അനേകം പേർ പറയുമെന്ന് ഞാൻ കാണുന്നു. ദീർഘദൃഷ്ടിയല്ലേ. നമ്മളടുത്ത് വന്ന് പലരും പറയും സത്യമൊന്നും പാടേട്ടാ, മെസ്സേജ് ഉണ്ട്, ഇത് ബുക്കൊക്കെ ഇതിനായി തന്നെയാണ്, പക്ഷെ ഇത് ഇപ്പൊ അടുത്ത് ഉപയോഗിക്കേണ്ടതല്ല. സംഘടനാ സഭ നിർത്തലാക്കിയിട്ട് നമ്മൾ എവിടെ കൂടും? വീണ്ടും കൂടും. പലയിടത്തും കൂടി തിരുവത്താഴത്തിന് കൂടും, അല്ലെങ്കിൽ സഭാരാധനയ്ക്ക് എന്ന് പറയുന്ന കൂടുമ്പോൾ പലരും ആ വീട്ടിൽ വരും, നമ്മൾ അങ്ങനെ ആരാധിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആയി നിർത്തുമ്പോൾ ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ ഈ പുസ്തകമായി നമ്മൾ വീട്ടിലിരിക്കും. അതിനൊരു സമയമുണ്ട്. അത് ഒന്നാമത് വിട്ടാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ഉപദ്രവിച്ചപ്പോൾ ഇങ്ങനെയാണ് മലമടക്കുകളിലും വീടുകളിലും ഗുഹകളിലും കല്ലറയിൽ അത് ശവമൊക്കെ ദ്രവിച്ച് പോയി അതിനെ നീക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന് ആരാധിച്ചു. ആ സമയം വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവാണ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളെ ഉപദേശിക്കുന്നതെങ്കിൽ സഭയിൽ എന്തിന് ഉപദേഷ്ടാക്കന്മാരെ നിയമിച്ചത്? ഈ പരിശുദ്ധാത്മാവല്ലേ നിയമിച്ചതെന്ന് നോക്കുക. അപ്പൊ സഭ ആരാധന അലക്ഷ്യമാക്കരുതെന്ന് പറയുമ്പോൾ സഭയിൽ പുരോഹിതനെ വെച്ച് പുരോഹിതനിലൂടെ ദൈവം പഠിപ്പിക്കണം. അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, പുരോഹിതനിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇതേ പരിശുദ്ധാത്മാവ് എങ്ങനെ നിങ്ങൾ വീട്ടിലിരുന്നാൽ വീട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഉപദേശിക്കും. അപ്പൊ രണ്ട് രീതിയിലുള്ള ദൈവമായിട്ട് നമുക്കിത് വിശ്വസിക്കണം. അപ്പോഴേ കളയില്ലേ, കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല. അതാണ് പറഞ്ഞത്, അങ്ങനെയെങ്കിലും അനുസരണം കെട്ട് നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരെ കൊണ്ടുവന്ന പോലെ ദൈവം തിരിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കേണ്ടി വരും. അതുപോലെ ഇപ്പം നിർത്താം. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, ഇദ്ദേഹത്തിനോട് പറഞ്ഞു, വില്യം ബ്രൺഹാം ദൂതനല്ലേ, നിങ്ങൾ വില്യം ബ്രൺഹാമിനല്ലേ ആരാധിക്കുന്നത് പറയണമെന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കുന്നു. മക്കളൊക്കെ പറയുന്നുണ്ട്. ജോസഫ് ബ്രൺഹാം, അദ്ദേഹത്തിന്റെ ഒരു മകൻ ഇപ്പൊ മരിച്ചു, അദ്ദേഹം ചിലപ്പോൾ സ്വർഗത്ത് പോകുമായിരിക്കും. അതിനൊക്കെ ശേഷമാണ് ഈ ഒരു ദുരുപദേശം വന്നത്. ഇപ്പോഴത്തെ ബില്ലി പോളാണ്. അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത് വില്യം ബ്രൺഹാം ദൂതനാണ്. വില്യം ബ്രൺഹാം 63 ശരീരം രൂപാന്തരപ്പെട്ട് അത് ഏലോഹിയുമായി ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു കഴിയുമ്പോൾ ദൈവം എന്നാണ് പഠിപ്പിക്കുന്നത്. ജെഫേഴ്സൺ വില്ലമല്ലേ. അപ്പൊ അവരെന്ത് പറയുന്നു എന്നല്ല കേൾക്കേണ്ടത്. വില്യം ബ്രൺഹാം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ പറയാണ്, അവിടെ ഇടാം, നമ്മുടെ ഗ്രൂപ്പിലിടാം, മനുഷ്യൻ ഒരിക്കലും ദൂതനുമാകില്ല, ദൂതൻ ഒരിക്കലും മനുഷ്യനുമാകില്ല. പോരെ അവരെ പിൻഗമിക്കുന്ന യെരുശലേം നിവാസികളെ പോലെ ജെഫേഴ്സൺ വില്യം ബ്രൺഹാം ദൂതൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. വില്യം ബ്രൺഹാമിൽ വന്നതാണ് ദൂതൻ, ഏഞ്ചൽ, സന്ദേശവാഹകൻ. മെസ്സഞ്ചറും മെസ്സേജും ഒന്ന് എന്ന് പറയും. മെസ്സേജാണ് വചനം, മെസ്സഞ്ചറാണ് ഏഞ്ചൽ. ഇത് രണ്ടും ഒന്നും. അപ്പം ദൈവം ആരായി? ദൂതനായി. ഇവിടെ എന്തൊക്കെ പഠിപ്പിക്കണം? അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് ശരിയെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. ഇതാണ് നാദം. ഈ നാദം അവർക്ക് തിരിച്ചറിയുന്നില്ല. ഓക്കെ. അപ്പോൾ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ ചേർന്നിരുന്ന് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കവരും ഭാരം കർത്താവ് എഴുന്നേൽക്കാം.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കരുതെന്ന് വെച്ചാൽ ദൈവത്തിന്റെ നാമനിമിത്തം ഞാൻ അധ്വാനിക്കുന്നു എങ്കിൽ ഞാൻ ഭാരം വഹിക്കുന്നവനാകും. ഇട്ടിട്ട് പോണമെന്നൊക്കെ തോന്നും, എത്ര തന്നെ തോന്നിയാലും ദൈവഹിതമാണ് ഇതുവരെയുമെങ്കിൽ മിണ്ടാതെ നിൽക്കുക. പോകുമ്പോൾ സാത്താനെന്നോ പിശാചെന്നോ പിശാചിന്റെ സഭയെന്നോ ഒന്നും പറയരുത്. ദൈവത്തോട് ഞാൻ ഇപ്പൊ പോയടുത്ത് പറഞ്ഞു, മിണ്ടാതെ പോ. ദൈവം എപ്പോഴെങ്കിലും മാനസാന്തരപ്പെടും, കണ്ണു തുറന്ന് തിരിച്ചു വരാം. അവർ തുള്ളിക്കളഞ്ഞിട്ട് പോയിരിക്കുകയാണ്. കണ്ണടയ്ക്കാം. മത്തായി 11:28 വചനം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു പറയുന്നു, നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥനയോടായിരിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ആര് മാത്രം? എല്ലാവരും എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുകയും സുവിശേഷ നിമിത്തം അധ്വാനിക്കുകയും അതിന്റെ പേരിൽ ഭാരം വഹിക്കുന്നവരും മാത്രമാണ് ഇവിടെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പ്രാർത്ഥിക്കുക. ഇതാണ് ആരാധന. ഇതുവരെ കേട്ട മെസ്സേജ് പ്രകാരം ഞാൻ അല്ലാത്തതുകൊണ്ട് എന്നെ സമർപ്പിച്ചിട്ട് അങ്ങനെ ആയിത്തീരാൻ വേണ്ടി സമർപ്പിക്കുന്ന സമർപ്പണവും, അത് ഞാൻ എന്നെ തന്നെ ഈ വചനപ്രകാരം മരിപ്പിച്ച് യാഗമാക്കുമ്പോൾ അതിന്റെ മേൽ റാഞ്ചൽ പക്ഷി പരിശുദ്ധാത്മാവ് വന്ന് അതിനെ ദഹിപ്പിച്ച് കളയും. പഴയതിനെ കത്തിച്ച് പുതിയൊരു ജീവിതം എന്നിൽ തരുന്നതാണ് ആരാധന. എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ നുകം ഏറ്റും കൊണ്ട് എന്നോട് പഠിപ്പീൻ. ഞാൻ പഠിപ്പിച്ചവരോ എന്നോട് കൂടെ ഇരുന്നവരോ പറയുന്നതല്ല, എന്നോട് പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അതായത് ആത്മാവുള്ളവനാണ് ഒരു മനുഷ്യൻ, അവന്റെ ആത്മാവിൽ ആശ്വാസം, അത് നിത്യജീവൻ, അത് ലഭിക്കും. നിങ്ങൾ എത്ര നാളുകളായി നിങ്ങളുടെ പാപ ചുമടിൽ കീഴിൽ കഷ്ടപ്പെടുകയാണെങ്കിലും സാരമില്ല. അത് 10 വർഷമോ 30 വർഷമോ 50 വർഷമോ അതിൽ കൂടുതലോ ആയിക്കൊള്ളട്ടെ. പാപഭാരം മൂലം തളർന്നു പോയ ആ ജീവിതവുമായി നിങ്ങൾ ഇപ്പോൾ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നുവെങ്കിൽ ആ മനസ്സലിവുള്ള കർത്താവ്, കരുണയുള്ള കർത്താവ്, കണ്ണുകളടച്ചിരിക്കുക ഹൃദയത്തിൽ കൊണ്ട്, അത് എന്തുകൊണ്ടാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏകാഗ്രത ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കരുണയുള്ള കർത്താവേ, ആ കരുണയുള്ള കർത്താവ്, കൃപയുള്ള കർത്താവ്, ദയയുള്ള കർത്താവ്, മനസ്സലിയുള്ള കർത്താവ്, പെറ്റമ്മയേക്കാൾ അധികമായി സ്നേഹിക്കുന്ന കർത്താവ്, ആ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നാൽ അവൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വസ്ഥത എന്ന ശബ്ദത്ത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നൽകും. ആത്മാർത്ഥമായി ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വസ്ഥത ആവശ്യമുള്ളവർ ഒന്ന് കരങ്ങൾ ഉയർത്തുക. ഇവിടെ ഞാൻ മെസ്സേജ് വായിക്കണം. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ തരത്തിൽ പരിശുദ്ധാത്മാവ് ലഭിക്കാതെ ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കാതെ തിരുവേർത്താഴത്തിന് വേണ്ടി കൈ നീട്ടുമ്പോൾ മേശകളൊക്കെയും ഛർദിലും അഴുക്കും കൊണ്ട്, ഛർദിൽ ദുരുപദേശം, അത് അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലവും ശേഷിച്ചിട്ടില്ല. ദൈവസഭ എന്ന് പറയുന്ന ദൈവസഭയിൽ തിരുവത്താഴം കഴിക്കുന്നതിന് മുമ്പും പിൻപുമായി നോക്കൂ, ആർക്കാണ് പരിജ്ഞാനം പഠിപ്പിക്കാൻ പോകുന്നത്? പരിഹാസികൾ പുറകോട്ട് വീണ് നശിച്ചു പോകേണ്ടതിന് ദൈവത്തിന്റെ വചനം. ഓ കർത്താവേ, കരുണയുള്ള കർത്താവേ, ദൈവത്തിന്റെ വചനം എനിക്ക് പരിഹാസമായി തോന്നാതെ അത് ജീവനായി തോന്നുവാനും അത് അങ്ങനെ തന്നെ ആത്മാവിൽ ഫലം കായ്പാനും കർത്താവായ യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഇന്നു മുതൽ മെസ്സേജ് ബുക്ക് ഇല്ലാത്തവർ ചോദിച്ചു കൊള്ളുക. മെസ്സേജ് ബുക്ക് വേണ്ടുന്ന പുസ്തകങ്ങൾ തരാം. അതുമായി പേനയും പേപ്പറും എടുത്ത് ദൈവത്തിന്റെ വചനം ബൈബിളുമായി എടുത്തു വെച്ചുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുക. ദൈവം വെളിപ്പെടുത്തി തരും. ഏറിയ ഭാഗവും ദൈവം വെളിപ്പാട് 11 പ്രകാരം ബൈബിളിലെ സകല മർമ്മങ്ങളും ഒരു വ്യക്തിയിലൂടെ തുറക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തുറന്നു കഴിഞ്ഞതിൽ തന്നെയും ഗൂഢമായും മർമ്മമായും രഹസ്യമായും പറഞ്ഞിരിക്കുന്നതിൽ നിന്നും നമുക്ക് ധ്യാനിക്കാനേ ഉള്ളൂ. വചനവുമായി ടാലിയായി പോകുന്നതിനെ കുറിച്ച് വെച്ച് ആത്മാവിൽ ഗ്രഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ അധ്വാനിക്കുന്നവരാകും. രൂത്തിനെ പോലെ നിങ്ങൾ ഭാരം ചുമക്കും. രൂത്ത് ബോവസിന്റെ കാൽക്കൽ ചെന്ന് കിടന്നു. ഒരു പെൺകുട്ടി വന്ന് ഒരു പുരുഷന്റെ കാൽക്കൽ പുതപ്പെടുത്ത് കിടന്നാൽ നാട്ടുകാർ കാണുമ്പോൾ പറയും, അവൾ ഒരു വേശ്യയായ സ്ത്രീ എന്നേ പറയുകയുള്ളൂ. അതുപോലെ നമ്മയും പരിഹസിക്കും. നിങ്ങൾ വില്യം ബ്രൻഹാമിന്റെ പുറകെ പോകുന്നു, പത്രോസിന്റെ പുറകെ പോകുന്നു. യേശു പറഞ്ഞ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മതി എന്ന് പറയുന്നവർ ദൈവാത്മാവ് ഉണ്ട്, നമ്പർ തരുന്നു, അല്ലെങ്കിൽ ദർശനമുണ്ട്, പ്രവചനമുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ സ്വസ്ഥതയുണ്ട് എന്നതൊരു അനുഭവം ഉണ്ടെങ്കിൽ അതെല്ലാ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് കർത്താവിലേക്ക് നമുക്ക് പോകാം. കരുണയുള്ള കർത്താവേ, നമ്മളും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥത പ്രാപിച്ച അസ്വസ്ഥതയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സലിവുള്ളവർക്ക് കർത്താവ് സമാധാനം നൽകുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമാധാനം നൽകുന്നു. കരുണയുള്ള കർത്താവെ, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
ദശാംശം കാണിക്കേണ്ട പ്രാർത്ഥിക്കാം. കരങ്ങൾ നോക്കാം. കർത്താവേ സ്തോത്രം. കർത്താവെ, നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലുമാകുമ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗം ദശാംശമായി കാണിക്കായി തിരുസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്നു. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്തതുമായ പുഴുവും തുരുമ്പും കെടുക്കാത്തതും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് ആത്മീയമായും ഭൗതികമായും അവിടെ ആ 100 മേനിയും പ്രതിഫലം ലഭിക്കാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം എന്ന് നൽകിയ കരങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നന്മ അനുഗ്രഹം നിറയുമാറാകട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവ് വരെയും നമ്മൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കൂട്ടായ്മ പിരിച്ചു പോകുന്നു.